ഗുഡ് ഈവനിങ് ഓൾ. ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ്. ഓക്കെ, നമ്മളുടെ മറ്റൊരു സുന്ദരമായ ആ ഒരു ദിവസത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. വെൽ മൈൻഡ് സ്പ്രെഡ് ഹാപ്പിനെസ് എവരിവെയർ. അടുത്ത മാസം 3-ാം വർഷം ആഘോഷിക്കുന്ന വെൽ മൈൻഡിന്റെ ആഭിമുഖ്യത്തിലുള്ള നിരവധി പ്രോഗ്രാമുകളിലെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് NLP. നമ്മുടെ എല്ലാ വ്യക്തിത്വങ്ങളും ഉടനെ എത്തിച്ചേരുന്നുണ്ട്. അപ്പൊ എന്തായാലും നമ്മളെ കാത്ത് നമ്മുടെ ട്രെയിനേഴ്സ് ഒക്കെ ഇവിടെ ഉണ്ട്. നമ്മുടെ എൽവിസ് ലോപ്പസ് സാറുണ്ട്, ഷബാസ് മാമുണ്ട്. അപ്പൊ എന്തായാലും ഇന്നത്തെ സെഷൻ അതിമനോഹരമാവും. ഇന്നലെ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവരും നല്ല രീതിയിൽ ചെയ്തു, ട്രെയിൻ ചെയ്തു. അപ്പൊ ഇന്നലെ സാറ് പറഞ്ഞൊരു കാര്യം, ഗോൾ സെറ്റിംഗ് വേണമെന്നാണ്. എല്ലാവരുടെയും മനസ്സിൽ ആ ഗോൾ സെറ്റിംഗ് ഉണ്ട്. ഇന്ന് ഈ സെഷൻ കഴിയുമ്പോൾ എല്ലാവരുടെയും മനസ്സിലും മുഖത്തും നല്ലൊരു പുഞ്ചിരിയും നല്ലൊരു സന്തോഷവുമായിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഇവിടെ എത്തിച്ചേർന്ന ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുകയാണ്. ആദ്യം നമ്മുടെ എൽവിസ് ലോപ്പസ് സാറിനെ വെൽക്കം ചെയ്യുന്നു. എൽവിസ് ലോപ്പസ് സാർ, വെൽക്കം. പിന്നെ നമ്മുടെ പാർട്ടിസിപ്പൻസ്. ഒപ്പം ഇന്നത്തെ സെഷൻ കൈകാര്യം ചെയ്യുന്നത് വെൽമൈൻ്റെ CEO ആയ ഷബാസ് മാമാണ്. അറിയാം, ട്രെയിനറാണ്, സൈക്കോളജിസ്റ്റ് ആണ്, ഹിപ്നോതെറപ്പിസ്റ്റ് ആണ്, NLP ഗ്രാൻഡ് മാസ്റ്റർ ട്രെയിനർ കൂടിയാണ്. കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല, ഞാൻ എല്ലാവരുടെയും അനുവാദത്തോടുകൂടി ഷബാസ് ഷംനാദിനെ സ്വാഗതം ചെയ്യുന്നു. വെൽക്കം ഷബാസ് ഷംനാദ്. പ്ലാറ്റ്ഫോം ഈസ് ഫോർ വ്യൂവേഴ്സ്. താങ്ക് യു അനിൽ സർ, താങ്ക് യു വെരി മച്ച്. എന്നെ വളരെ നല്ല രീതിയിലേക്ക് ഈ പ്ലാറ്റ്ഫോമിലേക്ക് ക്ഷണിച്ച അനിൽ സാറിന് ഞാൻ നന്ദി അറിയിക്കുന്നു. എന്റെ വോയിസ് ക്ലിയർ അല്ലേ? കഴിഞ്ഞ ദിവസം നെറ്റിന്റെ ഒരു ഇഷ്യൂ ഉണ്ടായത് കൊണ്ട് ചോദിച്ചതാണ്. ഓക്കെ, താങ്ക് യു. അപ്പോ ഇന്ന് ഈ ഒരു സയൻസ് സന്ധ്യയിൽ നമുക്ക് എല്ലാവർക്കും ഇവിടെ ഒരുമിച്ച് കൂടാനും അതുപോലെ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യാനും ഈ ഒരു നല്ലൊരു മുഹൂർത്തം നമുക്കായി സമ്മാനിച്ച സർവേശ്വരനോട് ആദ്യം നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. അപ്പോൾ നമ്മൾ ഇന്നലെ ഒരു ചെറിയ കാര്യം നിങ്ങളുമായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ ലൈഫ് ഗോള് അതൊന്ന് ജസ്റ്റ് ഒന്ന് എഴുതി അല്ലെങ്കിൽ മനസ്സിലൊന്ന് ആലോചിച്ചിട്ട് വരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് തന്നെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു ടോപ്പിക്കും. അപ്പോ എല്ലാവർക്കും ഇപ്പോ ഇതിലുള്ള 2 കുഞ്ഞി മിടുക്കന്മാരുണ്ട്. അവർക്ക് അവരുടെ ജീവിതത്തെക്കുറിച്ച് ഒരു ഗോള് ഉണ്ടാവും. പക്ഷെ ഇപ്പോ വലുതായി കഴിയുമ്പോഴും ഇനിയൊരു ഗോളിന്റെ ആവശ്യമുണ്ടോ, അങ്ങനെ ഒരു സംശയമൊക്കെ നമുക്ക് പലപ്പോഴും ഉണ്ടാവാല്ലേ? ഇല്ലേ, ഉണ്ടാവാറില്ലേ? ഇപ്പൊ നമ്മളൊരു ജോലി കിട്ടി, നമ്മളൊരു ജീവിതത്തിന്റെ പാതി വഴിയിലെത്തി, ഇനി ഒരു ഗോളിന്റെ ആവശ്യമുണ്ടോ, ഗോള് ഇനി എന്തിനാണ് എന്നുള്ള ഒരു ചെറിയ സംശയങ്ങളൊക്കെ ഉണ്ടാവാം. അപ്പോ നമ്മുടെ തുടക്കം എവിടെ നിന്നാണ് അല്ലെ? നമ്മളൊരു ചെറിയൊരു സെല്ലിൽ നിന്ന് അല്ലെ, ഒരു അണ്ടവും ബീജവും കൂടി യോജിച്ച് നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ നമ്മൾ ജന്മം കൊള്ളുന്നു. ഇത് കഴിഞ്ഞ് നമ്മുടെ അവിടെ നിന്ന് വളർന്ന് ഒരു ദിവസം ഈ ഭൂമിയിലേക്ക് പിറന്നു വീഴുന്നു. ആ പിറന്നു വീഴുന്ന സമയത്ത് നമുക്ക് ജീവിതത്തിൽ ഒരു ലക്ഷ്യമോ ഒന്നുമില്ല. വെറുതെ നമ്മൾ ആദ്യം ഒരു ലക്ഷ്യമുണ്ട്. ഫസ്റ്റ് ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യത്തെ ആ ഒരു ശ്വാസം, ഫസ്റ്റ് ശ്വാസം അത് വലിക്കുക എന്നതായിരിക്കും. അതായത് ആ ഒന്ന് ശ്വസിക്കുക എന്നതായിരിക്കും ആദ്യമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായ, അതായത് ആ പൊക്കിൾക്കൊടി ബന്ധം വേർപെടുത്തിയ ആ ഒരു സമയത്ത് നമ്മുടെ ഫസ്റ്റ് ഗോൾ എന്ന് പറഞ്ഞത് നമുക്കൊരു ശ്വാസം എടുക്കുക എന്നതാണ്. നമ്മുടെ തുടങ്ങുവാണ് നമ്മുടെ ചെറിയ ചെറിയ ഗോളുകൾ. ആ ഒരു ഗോളിൽ നിന്ന് തുടങ്ങി നമ്മള് നമ്മുടെ മനസ്സാണെങ്കിലും വളരെ പ്ലെയിൻ, വളരെ നിർമ്മലമായ ഒരു, അതായത് പ്ലെയിൻ സ്ലേറ്റ് പോലുള്ള വളരെ വെളുത്ത വെള്ളക്കടലാസ് എന്ന് പറയാം, വെള്ളക്കടലാസുമായിട്ടാണ് നമ്മൾ വളരെ മനോഹരമായ ഈ ഭൂമിയിലേക്ക് പിറന്നു വീഴുന്നത്. അതിനുശേഷം നമ്മുടെ ഫാമിലി, നമ്മുടെ സറൗണ്ടിങ്സ്, ഓരോരുത്തരും നമുക്ക് ഓരോ വിശ്വാസങ്ങളും ഓരോ കാര്യങ്ങളും, നമുക്ക് നമ്മുടെ പേര് അല്ലെങ്കിൽ നമുക്കൊരു ഏതെങ്കിലും ഒരു ജാതി അല്ലെങ്കിൽ എന്ത് നമുക്കിവിടെ ഉണ്ടാവുന്ന എല്ലാം നമുക്ക് ഓരോന്ന് നമുക്ക് കിട്ടുന്നതാണ്. നമ്മുടെ പാറ്റേൺസും നമ്മുടെ ഈ സമൂഹത്തിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി നമുക്ക് ആദ്യമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരുന്നു, അത് നമ്മൾ അറിയുന്നു.
അതിനുശേഷം നമ്മൾ പയ്യെ പയ്യെ ഓരോ കാര്യങ്ങളും ഈ നമ്മുടെ ഫ്രണ്ട്സിൽ നിന്ന്, നമ്മുടെ റിലേറ്റീവ്സിൽ നിന്ന്, ടീച്ചേഴ്സിൽ നിന്ന് ഓരോന്ന് പഠിക്കുന്നു. ഓരോ പാറ്റേൺസ് ആയിട്ട് നമ്മുടെ മനസ്സിലേക്ക് കയറ്റുന്നു. അപ്പോൾ ഈ പാറ്റേൺസ് കയറുമ്പോൾ തന്നെ ഓരോ ചെറിയ ചെറിയ ഗോൾസ് നമ്മൾ സെറ്റ് ചെയ്യുന്നു. നമ്മളൊരു കുഞ്ഞു കുട്ടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആദ്യം ഒന്ന് പിച്ച വെച്ച് നടക്കണം. അത് കഴിയുമ്പോൾ അങ്ങനെ ഓരോ ചെറിയ ചെറിയ ഗോളുകളായിട്ട് വരുന്നു. അതിനുശേഷം നമ്മുടെ മനസ്സിലേക്ക് പല പല ബിലീഫ്സും നൽകുന്നുണ്ട്. നിനക്കിത് കഴിയില്ല, നിനക്കത് കഴിയും. അപ്പോൾ നമുക്ക് സമൂഹം അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടിൽ നിന്നും കുറേ ബിലീഫ്സ് ആ വളരെ ക്ലിയർ ആയിരുന്ന ആ ബ്രെയിനിലേക്ക് കുറേ ബിലീഫ്സ്, അത് നല്ലതാവാം ചീത്തയാം, ഈ ബിലീഫ്സ് അല്ലെങ്കിൽ ഈ ബിലീഫ്സും നമ്മുടെ ഓരോ പാറ്റേൺസ് ആയിട്ട് നമ്മുടെ ലൈഫിൽ കൂടെ പോരുന്നു. അപ്പോൾ നമ്മൾ സ്വന്തമായി ഓരോരോ കുഞ്ഞു കുഞ്ഞു ഗോളുകൾ സെറ്റ് ചെയ്യുന്നു. നമ്മുടെ ലൈഫിൽ ഇന്നത് അച്ചീവ് ചെയ്യണം, അല്ലെങ്കിൽ വേണ്ട അത് അച്ചീവ് ചെയ്യണ്ട. ചിലപ്പോൾ നമ്മൾ ആദ്യം ഒരു ഗോളുമായിട്ട് മുന്നോട്ട് നീങ്ങുന്ന സമയത്തായിരിക്കും അതിന്റെ പകുതി എത്തുമ്പോൾ ഈ ഗോളല്ല എനിക്ക് ആപ്റ്റ് എന്നുള്ള രീതിയിൽ ആ സമയത്തെ നമ്മുടെ സാഹചര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ആ ഗോളിനെ നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നു. അങ്ങനെ ആർക്കൊക്കെയോ വേണ്ടി ആരൊക്കെയോ നമ്മളിൽ കുറേ ഗോൾസും കാര്യങ്ങളും ഒക്കെ എവിടെ നിന്നൊക്കെയോ നമുക്ക് കിട്ടുന്നു. അത് നമ്മൾ നമ്മുടെ ഗോളാണ് എന്ന് കരുതി മുന്നോട്ട് പോകുന്നു. അല്ലെ? എല്ലാവരുടെയും ജീവിതം അങ്ങനെയല്ലേ? നിങ്ങളൊക്കെ അങ്ങനെയല്ലേ വന്നത്? എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും. ആ ഒരു പാറ്റേണിൽ ഇങ്ങനെ പോകുന്നു. നമ്മൾ പഠിക്കുന്നു. പഠിക്കുമ്പോൾ നമ്മൾ ഏത് ഒരു സാഹചര്യത്തിലാണോ പഠിക്കുന്നത് അവിടെ നിന്നായിരിക്കും ഇന്നത് പഠിച്ചാൽ ഇന്നതിലെത്താം. അങ്ങനെ ഒരു ഗോളൊക്കെ നമുക്ക് നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയതല്ല. നമ്മൾ ആരെങ്കിലും കാണുമ്പോൾ അതിൽ ഇൻസ്പയർ ആയി, ആ ഇത് നമുക്ക് നേടിയെടുത്താൽ നല്ലതാണ്. അവിടെ നിന്നായിരിക്കും അല്ലേ ഗോളൊക്കെ കിട്ടുന്നത്. അങ്ങനെ ഗോള് കിട്ടി നമ്മൾ ചിലപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ അത് നമുക്ക് യോജിച്ചതല്ല എന്ന് തോന്നി നമ്മളാണ് അത് ചിലപ്പോൾ വിട്ട് കളഞ്ഞിട്ട് അവിടെ ഒരു ഗോളിന് വേണ്ടി പോകുന്ന വഴിക്കായിരിക്കും നമ്മൾ ചിലപ്പോൾ അവിടെ വെച്ച് ഒന്ന് മാറി ചിന്തിച്ച് വേറൊരു ഗോളിലേക്കൊക്കെ ആയി പോകും. അങ്ങനെ നമ്മുടെ ലൈഫ് ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. പക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മുടെ റിയൽ ആയിട്ടുള്ള കപ്പാസിറ്റി കാര്യങ്ങള് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയായിരിക്കും പലപ്പോഴും ജീവിക്കുന്നത്. അല്ലെ? നമുക്ക് സൊസൈറ്റി തന്ന, നിങ്ങൾക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടോ? സൊസൈറ്റി തന്ന കുറേ ഇൻഫർമേഷൻ ഉണ്ടായി പോയതാണ് എന്റെ ഗോൾ, അതൊക്കെ ആവണം എന്നില്ല എന്റെ റിയൽ ഗോൾ എന്ന് തോന്നിയിട്ടുണ്ടോ ലൈഫിൽ എപ്പോഴെങ്കിലും? എന്ന് പറ. മേഡം ഒന്ന് ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യോ? അതായത് നമ്മൾ ജനിച്ചു വീണ് നമ്മുടെ സാഹചര്യങ്ങളും പുറത്തു നിന്നൊക്കെയാണ് നമുക്ക് പലപ്പോഴും ഒരു ഗോൾ സെറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഇന്ന രീതിയിൽ പോയാൽ ഇങ്ങനെ പോകാം, അല്ലെങ്കിൽ ആരെങ്കിലും കാണുമ്പോൾ നമ്മൾ മോഡൽ ചെയ്യുന്നതാവും. അങ്ങനെയൊക്കെയല്ലേ നമ്മൾ നമ്മുടെ ഗോളായിട്ട് നമ്മൾ കരുതി മുന്നോട്ട് പോയത്. സമൂഹം നമുക്ക് ഗോളായിട്ട് കുറെ കാര്യങ്ങൾ ഓൾറെഡി പറഞ്ഞു തന്നിട്ടില്ലേ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അതെ അതെ, നമ്മൾക്ക് ഏതെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോ നമ്മൾക്ക് ഏതെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി തുറന്നു കിട്ടുമ്പോ നമ്മൾക്ക് അതില് ഇപ്പൊ ഫിനാൻഷ്യലി ഡൗൺ ആയിട്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ ആൾക്ക് ഇതാണ് ഓപ്പർച്യൂണിറ്റി എനിക്ക് ഫിനാൻഷ്യലി സെറ്റ് ആവാനായിട്ടെന്ന് വിചാരിച്ചിട്ട് അതിൽ നമ്മളൊരു ഗോളൊക്കെ സെറ്റ് ചെയ്ത് അതില് ഇൻവോൾവ് ആവും. ഇനി അതല്ല വേറെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു ഗോൾ സെറ്റ് ചെയ്യും. ഞാൻ അങ്ങനെ ഫിനാൻഷ്യലി ഡൗൺ ആയിട്ടുള്ള ഒരാളാണ്, എനിക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോ ഞാൻ അതിൽ ഗോൾ സെറ്റ് ചെയ്തേക്കാണ്. നമ്മൾ അങ്ങനെ ഒരു ഗോളൊക്കെ സെറ്റ് ചെയ്തു. അതല്ലാതെ സമൂഹം നമുക്ക് കുറെ ഗോളുകൾ, അതായത് ഒരു പെൺകുട്ടിയാണെങ്കിൽ അവർ ഇന്ന രീതിയിലൊക്കെ ആയിരിക്കണം, അപ്പൊ ആ രീതിയിലുള്ള ഗോൾസ് ആണ്. അതായത് നമ്മുടെ ഫാമിലിയിലെ മക്കളെ നോക്കി ആ ഒരു കുറെ റെസ്ട്രിക്ഷൻസും കാര്യങ്ങളും എല്ലാം ഈ ഗോൾസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. പലപ്പോഴും നമ്മുടെ നമ്മൾ ഗോൾ അച്ചീവ് ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും നമ്മളുടെ ഒരു ജോലി നേടിയതാവാം, അല്ലെങ്കിൽ സാമ്പത്തിക ഭദ്രത നേടിയതാവും. ഇതൊക്കെയല്ലേ നമ്മൾ ഗോളായിട്ട് കാണുന്നത് ശരിക്കും. പക്ഷെ നമുക്ക് ഈ ഭൂമിയിലേക്ക് ജനിച്ച് നമുക്ക് ഈ സാമ്പത്തിക ഭദ്രത നേടി അല്ലെങ്കിൽ ഈ ഗോളൊക്കെ അച്ചീവ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതെല്ലാം അച്ചീവ് ചെയ്ത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഫോൾട്ടുകൾ ഫീൽ ചെയ്യാറില്ലേ? ഫീൽ ചെയ്യാറുണ്ടോ നിങ്ങൾക്ക്? ഒന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു കുട്ടിയായിരുന്നപ്പോ എനിക്ക് ഇന്നതൊക്കെ ചെയ്യാമായിരുന്നു, അതൊന്നും എനിക്ക് ചെയ്യാൻ പറ്റിയില്ല, ഇല്ലേ? നമുക്ക് പലപ്പോഴും ഫീൽ ചെയ്യാറില്ലേ? അതായത് നമ്മള് ഇപ്പൊ പഠിക്കുമ്പോ പത്താം ക്ലാസ് പഠിച്ച് നല്ല മാർക്കോട് കൂടി പാസ്സാവണം, അത് കഴിഞ്ഞ് അങ്ങനെ പോകണം, അങ്ങനെ പോയി ഇങ്ങനെ പോകാൻ പറ്റും, വലിയൊരു ഗോള്. ഇതൊക്കെ നമുക്ക് സമൂഹം ഒരു രീതിയിൽ ഇങ്ങനെ വരുമ്പോ കിട്ടിയ കുറെ ഗോളുകളായിരുന്നു.
പക്ഷെ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ അതൊക്കെ അച്ചീവ് ചെയ്താലും നമ്മൾ എവിടെയൊക്കെയോ എന്തൊക്കെയോ മിസ്സായിട്ട് പോകുന്നതായിട്ട് ഫീൽ ചെയ്യാറുണ്ടല്ലോ. ഫീൽ ഉണ്ട് ചെയ്തിട്ടുണ്ടോ നിങ്ങൾക്ക്? ഉണ്ട് ഉണ്ട് നമുക്ക് എല്ലാവർക്കും അങ്ങനെ ഫീൽ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. കാരണം നമ്മുടെ ലൈഫ് ഗോൾ അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് പർപ്പസ് ഒരു മരം, ആ ഒരു മരം ഇവിടെ ഒരു ഭൂമിയിൽ ആദ്യം ഒരു വളരെ ചെറിയൊരു ചെടിയായിട്ടായിരിക്കും. അത് വളർന്ന് വളർന്ന് വലിയൊരു മരമാകുമ്പോൾ അതിന്റെ വേരുകൾ ആഴത്തിൽ ഭൂമിയിലേക്ക് ഇറങ്ങുന്നു. അവിടുന്ന് എന്താണ് വെള്ളവും ജലവും ഒക്കെ വലിച്ചെടുത്ത് അത് വളരെ വലിയതായിട്ട് വളരെ വലുതായിട്ട് വളരുന്നു. അത് ഈ നമുക്ക് ആവശ്യത്തിനുള്ള ഓക്സിജൻ, ഒരുപാട് കിളികൾക്ക് താമസിക്കാനുള്ള ഇടം, അതുപോലെ നല്ല മാമ്പഴം, ഒരുപാട് കാര്യങ്ങൾ നൽകുന്നുണ്ടാവും. അത് എല്ലാം കഴിഞ്ഞ് അവസാനം ആ മാമ്പ് ഈ ഭൂമിയോട് പിട പറയാൻ നേരത്തെ ഒരു നല്ല തടി ഇതെല്ലാം തരുന്നുണ്ട്. അപ്പൊ ആ വിട പറയുന്ന നിമിഷം മാവിനെ ഒന്ന് സ്വന്തം ചിന്തിക്കുമ്പോൾ എന്റെ ജീവിതം ധന്യമാണെന്നുള്ളൊരു തോന്നൽ വരുന്നുണ്ട്. നമ്മൾ ഈ ലൈഫിൽ കുറെ അച്ചീവ്മെന്റ്സ് ഒക്കെ നേടി ഗോൾ സെറ്റ് ചെയ്തു, അത് സാറ്റിസ്ഫൈ ചെയ്തു എന്ന് പറയുമ്പോഴും ചില സമയത്ത് നിങ്ങൾ മിഡ് ലൈഫ് ക്രൈസിസ്, ഇപ്പൊ ഏകദേശം ഇവിടെ കുറെ പേര് ആ ഒരു ഏജിൽ നിൽക്കുന്നവരുണ്ട്. അപ്പൊ അത് നമുക്ക് ഫീൽ ചെയ്തിട്ടില്ലേ? അതായത് നമ്മൾ ഒരു ജോലി വാങ്ങണം, നല്ല അത്യാവശ്യം നമ്മൾ ആ ഒരു സെറ്റിലാവണം എന്ന്, നമ്മുടെ കുട്ടികളുടെ കാര്യങ്ങൾ നോക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും. ഇതൊക്കെ സെറ്റായി, ഇപ്പൊ കുട്ടികളൊക്കെ അത്യാവശ്യം ഒരു നല്ല നിലയിലെത്തി. ഇനി എന്താണ് മുന്നോട്ട്? ഇനി എന്റെ ഗോൾ എന്താണ്? നമുക്ക് മുന്നോട്ടൊരു ഹോപ്പ് ഇല്ലാതെ ആകുന്ന ഒരു സിറ്റുവേഷൻ അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറില്ലേ? കാരണം ഏകദേശം എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ ഒരു മിഡിൽ ലൈഫ് ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ആ ഒരു മിഡ് ലൈഫിൽ അനുഭവിച്ചിട്ടുള്ള ക്രൈസിസുകൾ എന്തൊക്കെയാണെന്ന് ഞാനുമായിട്ടൊന്ന് ഷെയർ ചെയ്യാവോ? പറയാം. വിനീത മാം, സിന്ധു ചേച്ചി. ഒരു മിഡ് ലൈഫ് ആയിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. മിഡ് എന്നാലും ലൈഫ് പറയാം, ആകുമ്പോ മിഡ് ലൈഫ് ആകുമ്പോ നമുക്ക് ഉണ്ടാകാവുന്ന ഒരു തോന്നലുകൾ എന്തൊക്കെയായിരിക്കും? വിരസത, ഒറ്റപ്പെടൽ, എല്ലാത്തിൽ നിന്നും പിന്തിരിയാനുള്ള ഒരു ടെൻഡൻസി. പക്ഷെ ഇപ്പോഴുള്ള ഈ പോസിറ്റീവായിട്ട് ഞാനിപ്പോ നിൽക്കുന്നവർ ആ ഒരു അവസ്ഥയിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്നാൽ വളരെ എനർജറ്റിക് ആയിട്ട് ഞാൻ മറ്റൊരു രീതിയിലായിരുന്നു. എല്ലായിടവും ഭയങ്കര സ്കൂളിലൊക്കെ പഠിപ്പിക്കുന്ന സമയത്ത് ശരിക്കും ഒരു ലീഡർ ആ ഒരു സ്ഥാനമായിരുന്നു വഹിച്ചിരുന്നത്. പക്ഷെ ഇപ്പൊ ഒരു 2-3 വർഷം കൊണ്ട് ഞാൻ അങ്ങ് ഉൾവലിയുന്നോന്ന് എനിക്ക് തന്നെ ഫീൽ ചെയ്യുന്നു. ഇപ്പൊ ഇന്ന് തന്നെ തിരുവനന്തപുരത്ത് പോയിട്ട് എനിക്ക് എന്തോ ഒരു ഭയം പോലെ എല്ലായിടും ഇറങ്ങി ഇടപെടാനും ചോദിക്കാനും അങ്ങനെയൊന്നും ഉള്ള ഒരു വ്യക്തിയല്ലായിരുന്നു. ഒറ്റയ്ക്ക് എവിടെയും പോകുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെ ഒരു അവസ്ഥയിലൂടെ ഞാൻ കടന്നു പോകുന്നു. എനിക്കത് ഞാൻ ഫീൽ ചെയ്യാൻ തുടങ്ങിയത്. ആൻസറുകളാണ് സിന്ധു ചേച്ചിയുടെ വായിൽ നിന്ന് കേട്ടത്. അതായത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഗോൾ സെറ്റ് ചെയ്യുന്നുണ്ട്. ആ ഗോള് സെറ്റ് ചെയ്ത് നമ്മൾ അതൊക്കെ അച്ചീവ് ചെയ്ത് കഴിയുമ്പോൾ പിന്നീട് നമുക്ക് മുമ്പോട്ട് ചിന്തിക്കുമ്പോൾ ഒരു ഹോപ്പില്ല. അതായത് നമ്മുടെ ലൈഫിൽ ചിലപ്പോൾ ഒരു നല്ലൊരു പൊസിഷൻ എത്തുക, നമ്മുടെ കുട്ടികളെ നല്ല രീതിയിൽ വളർത്തുക, നമ്മുടെ ഫാമിലി സെറ്റിൽ ആക്കുക, സമൂഹത്തിന് അത്യാവശ്യം നന്മയൊക്കെ ചെയ്യുക, ഇതൊക്കെ ആയിരിക്കും നമ്മൾ സെറ്റ് ചെയ്തിരുന്ന ഒരു ഗോള്. അത് അച്ചീവ് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ ഹോപ്പില്ല. ഇനി മുമ്പോട്ടേ എന്ത്? അതായത് നമ്മള് റിട്ടയർമെന്റ് ലൈഫ് ഒക്കെ കഴിഞ്ഞ് ആലോചിക്കുമ്പോൾ റിട്ടയർമെന്റ് ലൈഫ് കഴിഞ്ഞാൽ പിന്നെ എന്താണ്, ആ ഒരു രീതിയിലേക്ക് നമുക്ക് പലപ്പോഴും നമ്മുടെ മൈൻഡ് ഈ ഗോൾസ് ഒക്കെ അച്ചീവ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ലൈഫിൽ ഒരു ഹോപ്പ് ഇല്ലാതാവും. അപ്പോൾ നമ്മൾ കണ്ടെത്തുന്ന ഈ ഗോൾസ് അല്ല നമുക്ക് വേണ്ടത്. നമ്മുടെ കപ്പാസിറ്റി ശരിക്കും ഒരു 40കൾ എത്തുമ്പോഴത്തേക്കും നമ്മളൊരു റീബർത്ത് ആണ്. നമ്മൾക്ക് നമ്മളുടേതായ എബിലിറ്റീസ്, കപ്പാസിറ്റികൾ, അതായത് നമ്മുടെ പർപ്പസ്, ഈ ലോകത്തിലേക്ക് നമ്മൾ വന്നിട്ട് ഈ ലോകത്തിൽ എന്താണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്, നമ്മൾ ഇവിടെ വന്നതിന്റെ ഉദ്ദേശശുദ്ധി. ഇപ്പൊ നമ്മുടെ എന്താണ് സൈക്കോളജിയിൽ പറഞ്ഞാൽ നമ്മുടെ മാസ്ലോയുടെ സെൽഫ് ആക്ച്വലൈസേഷൻ, അതായത് നമ്മൾ ഇവിടെ വന്ന് നമ്മൾ ഇവിടെ നിന്ന് പോകുമ്പോൾ അതിന്റെ ആ ഒരു പൂർണ്ണത, ആ പൂർണ്ണതയിൽ എത്തേണ്ട ഒരു ഗോൾ ആയിരിക്കണം നമ്മൾ മൈൻഡിൽ സെറ്റ് ചെയ്യേണ്ടത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അതായത് നമ്മുടെ റീബർത്തിന് ശേഷമുള്ള നമ്മുടെ കപ്പാസിറ്റി, നമ്മുടെ ക്രിയേറ്റിവിറ്റി ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു ഗോള് അത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും
ഈ പറഞ്ഞ പോലെ ഹോപ്പ് നഷ്ടപ്പെടില്ല. ഒരിക്കലും നമ്മളിപ്പോ ആഫ്റ്റർ റിട്ടയർമെന്റ് കഴിഞ്ഞു, റിട്ടയർമെന്റ് കഴിഞ്ഞ ശേഷം നമ്മൾ ഒരു എന്താണ് നമ്മൾ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്, ഇനി എന്താണ് മക്കളുടെ മാരേജ് കാര്യങ്ങൾ അതെല്ലാം കഴിഞ്ഞു, ഇനി ഒരു റിട്ടയർമെന്റ് ലൈഫിൽ ഇനി എനിക്ക് ചെയ്യാനായിട്ട് എന്താണുള്ളത്. പക്ഷെ നമ്മൾ വന്ന വഴികൾ അത് ഇനി ബാക്കി പുതിയ ജനറേഷന് ഇതുപോലൊരു വഴികളിലൂടെ വരാൻ അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകാം. നമ്മുടേതായ ക്രിയേറ്റീവ്, ഒരിക്കലും നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ ഒരു ബേർഡൻ ആവാതെ അവർക്കും ഹാപ്പി ആയിട്ട് നമ്മൾക്കും ഹാപ്പി ആയിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു ഗോൾ അതായിരിക്കണം നമ്മുടെ മനസ്സിൽ വേണ്ടത്. അതായത് നമ്മൾ ഇപ്പോ തന്നെ ആ ഒരു ഗോൾ സെറ്റ് ചെയ്യേണ്ടതിന്റെ ആവശ്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇപ്പോ തന്നെ ആ ഒരു ഗോൾ സെറ്റ് ചെയ്തില്ലെങ്കിൽ സംഭവിക്കുന്നത്, നമ്മൾ 60 ആയി കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മൈൻഡ് നമ്മുടെ ബോഡി പറയുന്നതിനനുസരിച്ച് ചിലപ്പോൾ മുന്നോട്ട് പോകുന്ന ഒരു രീതിയിലായിരിക്കില്ല. പിന്നെ അത്രയും നാളും ജീവിച്ചിരിക്കണം എന്നുണ്ടോ? അപ്പൊ നമുക്ക് നല്ല രീതിയിൽ റിഗ്രറ്റ് ഫീൽ ചെയ്യും. അയ്യോ, ഞാൻ ഈ ഭൂമിയിൽ ജീവിച്ചിട്ട് എനിക്ക് അതിന്റെ പൂർണ്ണതയിൽ എത്താൻ സാധിച്ചില്ല എന്നുള്ള ഒരു തോന്നലിലേക്ക് നമുക്ക് പലപ്പോഴും എത്തിപ്പെടും. ഒരു ലൈഫ് ലോങ് ഗോളാണോ സെറ്റ് ചെയ്യണമെന്ന് പറയുന്നത്? ലൈഫ് ലോങ് മാം ഉദ്ദേശിച്ചത്? 1 മിനിറ്റ്. ഷബാസ്, ഞാൻ ഒരു മിനിറ്റ് എടുത്തോട്ടെ. ഒറ്റൊരു മിനിറ്റ് എടുക്കുള്ളൂ. ഈ മിഡ് ലൈഫ് ക്രൈസിസ് എന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ, ഒരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക് ആണ്. പക്ഷെ പലപ്പോഴും നമ്മളിത് വലിയ കാര്യത്തിൽ ശ്രദ്ധിക്കാറില്ല. കാരണം നമ്മൾ എപ്പോഴും പറയില്ലേ, ജീവിതം ഇങ്ങനെയൊക്കെ ജീവിച്ച് തീർക്കേണ്ടതാണ്, എങ്ങനെയെങ്കിലും ജീവിക്കണം എന്ന് നമ്മൾ സിമ്പിളായിട്ട് തള്ളിക്കളയും. പക്ഷെ ഏറ്റവും കൂടുതൽ നമ്മളെ പ്രശ്നത്തിലാക്കുന്നത്, ഇത് മലയാളികൾ പ്രത്യേകിച്ച് അറിയേണ്ട ഒരു സമൂഹമാണ്. കാരണം നമ്മളൊരു കൺസ്യൂമർ ഓറിയന്റഡ് സ്റ്റേറ്റ് ആണ്. ഓക്കെ, അതായത് നമ്മൾക്ക് ജോലി എടുത്ത് ശീലമില്ലാത്ത കൂട്ടരാണ്, നമ്മൾ സുഖം അനുഭവിക്കുന്ന കൂട്ടരാണ്. എന്തൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ഒരു വെൽഫെയർ മോഡലിൽ ജനിച്ച് വളർന്നിരിക്കുന്ന സമൂഹമാണ്. മനസ്സിലായോ? 1960 തൊട്ട് നമ്മളുടെ മോഡലും വെൽഫെയർ മോഡലാണ്. നമ്മളുടെ ബാക്കിയുള്ള ഭരണകാലത്ത് ഉണ്ടായിരിക്കുന്നതും വെൽഫെയർ മോഡലാണ്. അപ്പോൾ നമ്മൾക്ക് ഏറ്റവും എളുപ്പത്തിൽ മിഡ് ലൈഫ് ക്രൈസിസ് അനുഭവിക്കാം എന്നുള്ള ഒരു സംഭവം ഉണ്ട്. നമ്മൾ അറിയില്ല അത് എന്ത് രീതിയിലാണ് വരാൻ പോകുന്നതെന്നുള്ളത്. ഒരു ചെറിയൊരു പ്രതീക്ഷ കൈവിടുന്നതായിരിക്കും. ഒരു വീട്ടമ്മയെ കുറിച്ച് പറയുവാണെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് ഞാൻ പറയാം. നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഏതെങ്കിലും സിനിമക്ക് പോകാനായിട്ട് വല്ല ആഗ്രഹം ഉണ്ടായിട്ടുണ്ടോ? നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഒന്ന് പുറത്തു പോയി എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഭക്ഷണം നിങ്ങൾക്ക് വീട്ടിൽ എന്തെങ്കിലും ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കണം ആദ്യം. പക്ഷേ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഇഷ്ടങ്ങൾ ഒറ്റയടിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഇനി ചെയ്തു കഴിഞ്ഞാൽ തന്നെ മറ്റുള്ളവർ അത് എങ്ങനെ അതിനെ നല്ലത് പറയോ ചീത്ത പറയോ ഇഷ്ടപ്പെടോ ഇല്ലയോ, ഇങ്ങനത്തെ ഒരു കോൺസ്റ്റന്റ് തോട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ കയ്യിൽ നിന്ന് മാത്രം കാശ് കിട്ടുന്ന, അതായത് കാശ് നിങ്ങൾക്ക് ഫ്രീഡത്തോടെ നിങ്ങൾക്ക് ചെലവഴിക്കാൻ പറ്റുന്നില്ല നിങ്ങൾ ഇൻകം ഉണ്ടെങ്കിൽ പോലും. ഓക്കെ, നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ, ഇടുന്ന വസ്ത്രങ്ങൾ, കളറ്, ഞാൻ ശരിക്കും കണ്ടിട്ടുണ്ട്. എൻ്റെ ഗ്രാൻഡ് മദറിന് എപ്പോഴും ഒരു സെയിം കളർ പാറ്റേൺ ആണ്. അപ്പം ഞാൻ എപ്പോഴും എൻ്റെ അമ്മൂമ്മനോട് ചോദിക്കും, അമ്മൂമ്മ എന്താ ഈ സംഭവം, എനിക്ക് മനസ്സിലായിട്ടില്ല, വേറെ കളറൊന്നും ഇല്ലേ? ഞാൻ ഇതാക്കുമ്പോൾ ഞാനും കൊടുക്കുമ്പോൾ പുള്ളിക്കാരത്തി എന്താ പറയുന്നത്, നമുക്കിത് മാറ്റി നമുക്ക് വേറെ കളറിലെടുക്കാം. അപ്പം ഞാൻ ചോദിച്ച് പിടിച്ച് വന്നപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായത് എന്താ അറിയോ, എൻ്റെ അപ്പൂപ്പന് ഇഷ്ടമുള്ള ഒരു കളറുണ്ട്, ആ കളർ സ്കീമിലാണ് പുള്ളിക്കാരത്തി പോണത്. അപ്പോൾ ഒരു ടൈം ആയപ്പോഴത്തേക്കും പുള്ളിക്കാരത്തിക്ക് ആ കളറിനോടായി ഇഷ്ടം. അപ്പോൾ ഞാനൊരു ഡ്രസ്സ് ഈ കഴിഞ്ഞ ഇടക്ക് ഞാൻ വാങ്ങിച്ചു കൊടുത്തപ്പോഴത്തേക്കും ആദ്യമായിട്ടാണ് മമ്മേനെ ആ കളറിൽ ഞാൻ ഇട്ട് കണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം. അപ്പം അമ്മ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു 2-3 ഡ്രസ്സ് അങ്ങനത്തെ കളറിൽ എടുക്കാൻ തുടങ്ങി. മനസ്സിലായോ? അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്നത്, പക്ഷെ അത് കിട്ടുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ജീവിച്ചു വരുമ്പോഴത്തേക്കും ഒരു എക്സ്പെക്ടേഷൻ നിങ്ങൾ വെക്കും. ഒരു ദിവസം നിങ്ങൾക്ക് ആ എക്സ്പെക്ടേഷന്
മീറ്റ് ചെയ്യാൻ പറ്റാത്തടത്തോളം രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ തിളച്ചങ്ങോട്ട് ദേഷ്യം കയറും. മറ്റുള്ളവർ പറയുന്നത് നിങ്ങൾക്ക് സഹിക്കില്ല. ആ ദിവസം പൊട്ടും. ഇനി ആണുങ്ങളെ സംബന്ധിച്ച്, ആണുങ്ങളെ ഏറ്റവും ലോജിക്കലാണെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു. ഇവർക്ക് എങ്ങനെ മിഡ് ലൈഫ് ക്രൈസിസ് വരുന്നത്? ഏറ്റവും എളുപ്പത്തിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ളത് ആണുങ്ങൾക്കാണ്. ഇതില് എന്താണെന്നറിയോ? ഇവരുടെ ഗോൾ എന്താ? ആദ്യത്തെ ഗോള് സ്വയം പ്രാപ്തരാവണം. പെണ്ണുങ്ങളെക്കാൾ മുമ്പ് സ്വയം ആവേണ്ടത് ആണുങ്ങളാണെന്നുള്ളൊരു ധാരണ നമുക്ക് ഉണ്ട്, അല്ലെ? അത് അറിഞ്ഞോ അറിയാണ്ടോ പെണ്ണുങ്ങൾ അത് കണ്ടീഷൻ ചെയ്യുന്നുണ്ട്, അത് ആഗ്രഹിക്കുന്നുണ്ട്. എന്റെ ആണ് എന്നെ തുണക്കണം, ഇതാക്കണം, എന്നെ പരിപാലിച്ച് കൊണ്ട് നടക്കണം, അതുണ്ട്. ഓക്കെ, സോ ആ ഒരു കേസ് എടുക്കുമ്പോഴത്തേക്കും ആണുങ്ങൾക്ക് എന്താ വരുന്ന പ്രോബ്ലം? അവർക്ക് ആ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യാനോ, ഓക്കെ, ഒരു കുടുംബം മൊത്തം നോക്കണം. അതായത് അച്ഛൻ ഉണ്ടെങ്കിൽ പോലും, ഗൃഹനാഥൻ ഉണ്ടെങ്കിൽ പോലും അതിന്റെ തൊട്ട് താഴെ നിൽക്കുന്ന ആള് അത്രത്തോളം തന്നെ ലെവലിൽ എത്തണം. മനസ്സിലായോ? ഓക്കെ, അപ്പോ എന്താ സംഭവിക്കുന്നത്? അവരുടെ ഫസ്റ്റ് ഗോൾ അതാണ്. സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുമ്പോഴത്തേക്കും എന്താ, നെവർ എൻഡിങ് ആണ്. ചക്കരഭരണിയിലോട്ട് കൈയിട്ട പോലെയാണ് എല്ലാവരുടെ ആവശ്യങ്ങൾ, അല്ലേ? ഒരു ലൈഫ് ഇൻഷുറൻസ് എടുത്തില്ലെങ്കിൽ, ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തില്ലെങ്കിൽ പോലും ആളെ മറിച്ചിടും നാട്ടുകാരും വീട്ടുകാരും എല്ലാരും. അപ്പോ അണ്ടർഗോ ചെയ്യുന്ന എല്ലാം മെന്റൽ സ്ട്രഗിൾസ് അതാണ്. ഓട്ടോമാറ്റിക്കലി ഒരു ടൈം വരുമ്പോഴത്തേക്കും ഇവരെ ആവശ്യപ്പെടുന്ന കുറച്ച് എക്സ്പെക്ടേഷൻസ് ഉണ്ടാവും, മക്കളിൽ നിന്ന്, ഭാര്യയിൽ നിന്ന്, വീട്ടുകാരിൽ നിന്നും. ഇത് കിട്ടാണ്ടാവുമ്പോണ്ടല്ലോ ഇവർക്ക് കൃത്യം, ഞാൻ കൊച്ചി ഭാഷയിൽ പറഞ്ഞുതരാം, പണ്ടാരം പിടിക്കാനായിട്ട് ഇതുങ്ങൾക്കൊന്നും മിണ്ടാണ്ടിരുന്നാൽ എന്താ പ്രശ്നം? ഞാൻ പറയണ പോലെ ഒന്ന് നിന്നാ പോരെ. ഇവരുടെ റൂട്ടിൽ കൂടി പോകാണ്ടാകുമ്പോഴത്തേക്കും ഇവര് കൈവിട്ട നിലയിലായി പോകും. അപ്പോഴാണ് ഒരു ഫസ്റ്റ് ലെവല് പ്രശ്നം വരുന്നത്. അതായത് ലൈഫ് ഞാൻ കണ്ട പോലെയല്ല, ബാക്കി എല്ലാവരും എൻ്റെ രീതിയിലല്ല പോകുന്നത്, എൻ്റെ കയ്യിൽ ഒതുങ്ങില്ല ഇത്. അവിടെയാണ് ഫസ്റ്റ് പൊട്ടല്. രണ്ടാമത്തെ പൊട്ടൽ എന്ന് പറയുന്നത് കയ്യിൽ നിന്ന് പോയി എന്നറിഞ്ഞു കഴിയുമ്പോൾ. മൂന്നാമത്തത് ഫുള്ളാകുന്ന ലെവല്, അതായത് എല്ലാവർക്കും എല്ലാം ചെയ്തു കൊടുത്തു, പ്രതീക്ഷ പോലെ കിട്ടിയില്ല. ഇനി എല്ലാവർക്കും എല്ലാം ആയി, ഇനി ഞാൻ എന്തിനാ ഈ പാടുപെട്ട് ജീവിക്കുന്നേ? ഞാൻ എന്തിനാ ഇത്ര പാടുപെടുന്നേ? ഇനി എനിക്ക് എന്താ മുന്നോട്ടുള്ളത്? എൻ്റെ ഗോള് കഴിഞ്ഞല്ലോ, മക്കൾക്ക് ഇതായി, ഭാര്യക്ക് റെഡിയാണ്, ഇതെല്ലാം സെറ്റാണ്, വീട്ടുകാർക്കും സെറ്റാണ്. ഇനി ഞാൻ എന്തിനാ വലുതായിട്ട് ഞാൻ പണിയെടുത്തിട്ട്, ഇനി എന്താ എൻ്റെ ഗോള്? സോ അവിടെ വെച്ച് ലൈഫിനെ മൊത്തം റീതിങ്ക് ചെയ്യാൻ തുടങ്ങും. ഇതാണ് മെയിൻ ആയിട്ടുള്ള നമ്മളുടെ മിഡ് ലൈഫ് ക്രൈസിസ്. പിള്ളേരുടെ ഗതിയിൽ എന്താ പ്രശ്നം? പിള്ളേര് ജനിച്ച പാടെ അറിയുന്നത് നന്ദു, എന്താ പറയാ, നിരഞ്ജൻ, ദേവൻ, അങ്ങനെയൊന്നും അല്ലല്ലോ അറിയുന്നത്. അച്ഛന്റെ പേര് കൂട്ടിച്ചേർത്തല്ലേ നമ്മൾ പറയുന്നത്. ഇവന്റെ മകൻ, ഇവന്റെ മകള്, പുള്ളിക്കാരത്തിയുടെ മോള്, ടീച്ചറിന്റെ മോള്, മനസ്സിലായി, ഹെഡ് മാസ്റ്ററിന്റെ മോള്, ഇങ്ങനെയാ നമ്മൾ പറയുന്നത്. അപ്പോ കുട്ടിക്ക് എന്താ പേഴ്സണാലിറ്റി? എന്താ? എന്റെ രീതി പറയണെങ്കിൽ ഓസ്റ്റിന്റെ മകൻ എൽവിസ്. എൽവിസ് അല്ലേ ഓസ്റ്റിന്റെ മകൻ? അപ്പോ ഇല്ലാത്തൊരു പേഴ്സണാലിറ്റിയാണ്. എനിക്കൊരു പേഴ്സണാലിറ്റി ഇല്ല. അപ്പോ ഞാൻ ജീവിക്കാൻ ശ്രമിക്കുന്ന എന്ത് പേഴ്സണാലിറ്റിയാ? എൻ്റെ അപ്പന്റെ പേഴ്സണാലിറ്റിയാണ് ഞാൻ എടുത്ത് ജീവിക്കാൻ നോക്കുന്നത്. ഇല്ലാത്തൊരു പേഴ്സണാലിറ്റിക്ക് വേണ്ടി ഞാൻ ജീവിക്കുന്നു. ഇത് പിള്ളേർക്ക് മാത്രമല്ല, എല്ലാവർക്കും ബാധകമാണ്. ഒരാളും ഇതിൽ നിന്നും പുറത്തേക്ക് പോവില്ല. ഇതൊരു സർക്കിളാണ്. ആ സർക്കിളിൽ നിന്ന് ആരും പുറത്ത് വരാനായിട്ട് എളുപ്പത്തിൽ പറ്റത്തുമില്ല. നമ്മൾ നമ്മളുടെ കുട്ടികൾക്കും അതന്നെ കൊടുക്കുന്നത്, നമ്മൾക്ക് സ്വയം നടക്കുന്നത് അത് തന്നെയാണ്. ഇല്ലാത്തൊരു പേഴ്സണാലിറ്റി തലയിൽ കെട്ടിപ്പിടിച്ച് വെച്ച് ആ പേഴ്സണാലിറ്റി പൊട്ടാണ്ടിരിക്കാൻ വേണ്ടി സ്വയം പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യില്ല. താങ്ക് യു ഷബാസ്. താങ്ക് യു ലിസ്. അപ്പോ നമ്മള് എന്താണ് ഗോളിന്റെ ആ ഒരു ആവശ്യകത, അതായിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്, അല്ലെ? ഇപ്പൊ എൽവിസ് പറഞ്ഞല്ലേ, അതായത് നമ്മളൊരു മിഡ് ലൈഫ് ക്രൈസിസ് വരുമ്പോ ആ ഒരു സമയം ആകുമ്പോഴാണ് നമുക്ക് ശരിക്കും റീബർത്ത് സംഭവിക്കുന്നത്. ആ ഒരു റീബർത്ത് വരുമ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ, ചിലവര് ഒരു 40 ഒക്കെ ആകുമ്പോൾ നമ്മുടെ ആ ഒരു ശരിക്കുള്ള റിയൽ കപ്പാസിറ്റി, എബിലിറ്റി നമുക്ക് ചിലപ്പോൾ ബോധ്യപ്പെടും. പക്ഷെ ആ ബോധ്യപ്പെട്ടാലും ചിലരോർക്കും
ഇനി എന്തിന്, ഇത്രയൊക്കെ ജീവിച്ചു, ഇനിയിപ്പോ നമ്മൾ ഓൾറെഡി ഒരു രീതിയിലേക്ക് പോയി, ഇനി ഇതൊന്നും മാറ്റം വരുത്താൻ പറ്റില്ല, ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകാം. പക്ഷെ അങ്ങനെ തന്നെ മുന്നോട്ട് പോകുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്, കുറെ നാൾ കഴിയുമ്പോൾ നമ്മുടെ ലൈഫിൽ നമ്മൾ ആഗ്രഹിച്ചത് ചെയ്യാൻ പറ്റിയില്ല, നമുക്ക് കുറെ ക്രിയേറ്റീവ് ആയിട്ടുള്ള തോട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ഇതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളൊരു റിഗ്രഷൻ. പക്ഷെ നമുക്ക് നമ്മുടെ കപ്പാസിറ്റി, എബിലിറ്റി ഇതൊക്കെ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലായി കഴിയുമ്പോൾ നമ്മൾ അതിനനുസരിച്ച്, ആ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഈവൻ നമ്മുടെ ഫാമിലിക്കാവട്ടെ, ഫ്രണ്ട്സിനാവട്ടെ, അവർക്കെല്ലാവർക്കും നമുക്ക് സാറ്റിസ്ഫൈഡ് ആയ രീതിയിൽ നമുക്ക് ഇവിടുന്ന്, അതായത് നമ്മളെ ഈ ലോകത്തേക്ക് വന്നതിന്റെ ആ ഒരു പർപ്പസ് അത് കംപ്ലീറ്റ് ചെയ്ത് വളരെ ഹാപ്പി ആയിട്ട് അവസാനം നമ്മൾ മരണപ്പെടുന്ന സമയത്ത് നമുക്ക് വളരെ ഹാപ്പി ആയിട്ട് നമ്മുടെ ചരമകോളം വായിക്കുമ്പോൾ നമുക്ക് തന്നെ, അതായത് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം ചെയ്ത് ഒരു സാറ്റിസ്ഫാക്ഷനോട് കൂടി ഈ ലോകത്ത് നിന്ന് നമുക്ക് വിട പറയാൻ സാധിക്കും. അപ്പൊ ആ രീതിയിലേക്ക് നമ്മുടെ, അതായത് നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുന്ന നമ്മുടെ ക്രിയേറ്റിവിറ്റി ആയിട്ടുള്ള നമ്മുടെ ലൈഫിൽ നമുക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. പലപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി നമ്മളത് വിട്ട് കളഞ്ഞേക്കുമായിരിക്കും. അത് നമ്മളുടെ കൂടെ കൂട്ടുക. അല്ലാതെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി മാത്രം കഴിഞ്ഞ് അവസാനം ഒരു കാലഘട്ടം എത്തുമ്പോൾ നമ്മൾ അവർക്ക് വേണ്ടി എല്ലാം ചെയ്തു കൊടുത്തു. എൽവിസ് പറഞ്ഞല്ലോ, നമ്മളെല്ലാം അവർക്ക് വേണ്ടി ചെയ്തു കൊടുത്തു. പക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്ന, അതായത് നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടായിരിക്കും, അവർക്കൊരു കരിയർ, അവരുടെ ഡെവലപ്മെന്റ് ഇതൊക്കെ ആഗ്രഹിച്ചായിരിക്കും നമ്മൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയത്. ലാസ്റ്റ് അവരവിടെ എത്തിക്കഴിഞ്ഞു കഴിയുമ്പോൾ അവരിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിച്ച കുറെ കാര്യങ്ങളുണ്ടാവും. പക്ഷെ അത് ചിലപ്പോൾ നമുക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ടില്ല, നമ്മൾ പ്രതീക്ഷിച്ച രീതിയിലായിരിക്കില്ല. അവർ വേറെ ഒരു എൻറ്റയർലി ഡിഫറെന്റ് പേഴ്സൺ ആണ്. അവർ നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലായിരിക്കില്ല നമ്മളോട് തിരിച്ച് ബിഹേവ് ചെയ്യുന്നത്. അപ്പോൾ പലപ്പോഴും ആ ഒരു സമയത്ത് നമുക്കുണ്ടാവുന്ന റിഗ്രഷൻ, അപ്പോൾ നമ്മൾ ഒരിക്കലും നമ്മുടെ ലൈഫിൽ അങ്ങനെ ഒരു റിഗ്രഷനിലേക്ക് പോകരുത്. അപ്പോൾ നമ്മുടെ ഗോൾ എന്താണ് എന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് ഐഡന്റിഫൈ ചെയ്യുക. നിങ്ങൾ ഈ ലോകത്തേക്ക് വന്നതിന്റെ പർപ്പസ് എന്താണ്? അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്ന എക്സസൈസ് ആണ് പർപ്പസ്ഫുൾനെസ് എക്സസൈസ്. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ജസ്റ്റ് ഒന്ന് കണ്ണടച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഗോൾ അതൊന്ന് ഇമാജിൻ ചെയ്യുക. ജസ്റ്റ് കണ്ണുകൾ അടയ്ക്കുക, റിലാക്സ് ആയിട്ടിരിക്കുക, കംഫർട്ടായിട്ടിരിക്കുക. എന്നിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഗോള് ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരിക. നിങ്ങൾക്ക് ഗോളുകൾ സെറ്റ് ചെയ്യാൻ സാധിച്ചെങ്കിൽ നിങ്ങൾ കണ്ണു തുറക്കുക. എല്ലാവരും ഹാപ്പി ആണോ? നമുക്കെന്നാ എന്താണ് വിനിത മാം? ഓക്കെ. അപ്പൊ നമുക്ക് ഷബാസ്, പറ്റുമെങ്കിൽ എല്ലാരും ക്യാമറാസ് പറ്റുമെങ്കിൽ ഒന്ന് ക്യാമറാസ് ഓൺ ആക്കാവോ എല്ലാവരും? എല്ലാവരും ഒന്ന് ഓണായിക്കോ. എല്ലാവരുടെയും നമ്മൾ NLP-ൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചോദിക്കണേന്ന് അറിയോ? ക്യാമറാസ് ഓൺ ആക്കാനായിട്ട്. ചിലവർക്ക് നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി കൂടുതൽ സമയം വേണമെന്ന് നമുക്ക് തോന്നും. ചിലവർക്ക് ഓൾറെഡി വേഗം എത്തിയിട്ടുണ്ടാകും. പലവർക്കും പല രീതിയിലാണ് വിഷ്വലൈസേഷൻ നടക്കുന്നത്. അപ്പോൾ ഫോഴ്സ് ചെയ്യുന്നതല്ല, നിങ്ങൾക്ക് അതിന്റെ പൂർണ്ണമായ ഗുണം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ മാക്സിമം നോക്കുക. ഓക്കെ, സോ ക്യാമറ ഓൺ ആക്കാൻ സാധിക്കുമോ റിയാസ്? ഹലോ റിയാസ് സാർ, കേൾക്കുന്നുണ്ടോ? അപ്പോൾ നമ്മുടെ മനസ്സിൽ നമ്മൾ ഏറ്റവും ആഗ്രഹിക്കുന്ന ഒരു ഗോൾ ഉണ്ട്. അപ്പൊ നമ്മള് ഇന്ന് വിനിത മാം ചോദിച്ചായിരുന്നു ഇന്നലെ ഏതാ എക്സസൈസ് ചെയ്തിരുന്നത്. അപ്പോൾ ഇന്നത്തെ എക്സസൈസിന്റെ പേര് നമ്മുടെ 2 എക്സസൈസ് ഒരുമിച്ച് കൂട്ടി യോജിപ്പിച്ചാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പർപ്പസ്ഫുൾനെസ് എക്സസൈസ് ആൻഡ് ബിൽഡിംഗ് യുവർ പാരഡൈസ്. പർപ്പസ്ഫുൾ എക്സസൈസ് ആൻഡ് ബിൽഡിംഗ് യുവർ പാരഡൈസ് രണ്ടും കൂടെ
ജോയിൻ ചെയ്യിപ്പിച്ചിട്ട് ഒറ്റ ഇതായിട്ട് ചെയ്യാന്നാണ് കരുതുന്നത്. NLPയിലെ 2 എക്സസൈസുകളാണ് ഇത്. എല്ലാവരും ഹാപ്പി അല്ലേ? യെസ്. എല്ലാവരും കംഫർട്ട് ആയിട്ട് ഇരിക്കുക. നിങ്ങൾ ഇരിക്കുന്ന ആ ഒരു സ്ഥലത്ത് മാക്സിമം കംഫർട്ട് ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കുക. വളരെ സാവധാനം നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കുക. നിങ്ങളുടെ സ്പൈൻ സ്ട്രൈറ്റ് ആയിട്ട് വെക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ ഓപ്പൺ പോസ്റ്റർ ആയിരിക്കണം. കൈകളും കാലുകളും തുറന്നു വെക്കുക. ക്ലോസ് ചെയ്യരുത്. Take a deep breath in. Breathe out slowly. Again, take a deep breath in. Hold for a moment. Breathe out slowly. Again, take a deep breath in. Hold for a moment. Breathe out slowly. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ആകാൻ ആഗ്രഹിച്ച ഒരു ഗോള്, ഒരു ജീവിത ലക്ഷ്യം, അത് നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരിക. നിങ്ങൾ ജീവിതത്തിൽ എത്തിച്ചേരണമെന്ന് ആഗ്രഹിച്ച നിങ്ങളുടെ ഏറ്റവും മനോഹരമായ ആ ഒരു ഗോൾ, അത് നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു ഗോൾ, ഈ ഒരു ലക്ഷ്യം നേടാൻ സാധിച്ചില്ലെങ്കിൽ നിങ്ങൾക്കുണ്ടാകുന്ന ദുരവസ്ഥകൾ, ദുരനുഭവങ്ങളെ കുറിച്ച് നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. ആ ഒരു ഗോള്, ആ ഒരു ലക്ഷ്യം സാധിച്ചില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന വളരെ മോശകരമായ അനുഭവങ്ങളെ നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരിക. അതുമൂലം ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന വിഷമതകളും സങ്കടങ്ങളും നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. നിങ്ങൾ പൂർണ്ണമായും അത് അനുഭവിച്ചറിയുക. അതിൻ്റെ ആ ഒരു സങ്കടങ്ങളും വിഷമങ്ങളും നിങ്ങളുടെ ബോഡിയിലേക്ക് കൊണ്ടുവരിക. അതിൻ്റെ ഫീലിങ്സ് പൂർണ്ണമായും അനുഭവിച്ചറിയുക. നിങ്ങളുടെ ആ മഹത്തായ ലക്ഷ്യം നേടാൻ സാധിക്കാത്തത് മൂലം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും നിങ്ങൾ അനുഭവിച്ചറിയുക. നിങ്ങളെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള നിങ്ങളുടെ ബന്ധുക്കൾ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ, നിങ്ങളുമായി ബന്ധപ്പെട്ട നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട അവർക്ക് അനുഭവപ്പെടുന്ന ഓരോന്നും, അവരുടെ നിങ്ങൾ ഈ ഒരു ഗോൾ നേടാത്തപ്പോൾ അവർ അത് എങ്ങനെ കാണുന്നു എന്ന് നിങ്ങൾ അനുഭവിച്ചറിയുക. നിങ്ങളുടെ ഈ ഒരു ലക്ഷ്യം നിങ്ങൾ നേടാത്തപ്പോൾ നിങ്ങൾ ഏറ്റവും സ്നേഹിക്കുന്ന നിങ്ങളുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളും ഫ്രണ്ട്സും അവരുടെ മനസ്സിലുണ്ടാകുന്ന ചിന്തകളും അവർ നിങ്ങളെ എങ്ങനെ കാണുന്നു എന്നുള്ളതും ഓരോ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള പീപ്പിളും നിങ്ങളെ എങ്ങനെ കാണുന്നു, ചിലപ്പോൾ
അവരുടെ വാക്കുകൾ നിങ്ങൾ കേൾക്കുക. ആ വിഷമങ്ങൾ പൂർണ്ണമായും നിങ്ങൾ അനുഭവിച്ചറിയുക. അവരെ നിങ്ങൾ ഏത് രീതിയിൽ ഉയരണമെന്ന് ആഗ്രഹിക്കുന്നു, അവിടെ നിങ്ങൾക്ക് എത്താൻ സാധിച്ചിട്ടില്ല. അവരുടെ ആ ആഗ്രഹവും നിങ്ങൾ എത്തിപ്പെടാത്തതിന്റെ ആ സങ്കടവും നിങ്ങൾ മാക്സിമം അനുഭവിച്ചറിയുക. ഇതിന്റെ പാരമ്യത്തിൽ, അതിന്റെ ഏറ്റവും ഉയർന്ന രീതിയിൽ നിങ്ങൾ അനുഭവിച്ചറിയുക. ചിലപ്പോൾ അവരിൽ നിന്നുള്ള ശകാര വാക്കുകളായിരിക്കും, അവർക്ക് നമ്മൾ വരുത്തുന്ന സങ്കടങ്ങളായിരിക്കും. ഇതെല്ലാം മാക്സിമം അനുഭവിച്ചറിയുക. ആ വിഷമം മാക്സിമം ഫീൽ ചെയ്യുക. അതിന്റെ ഏറ്റവും ഗാഢമായ ആ ഒരു വേദനയിലേക്ക് നിങ്ങൾ എത്തിപ്പെടുക. Okay, just open your eyes, relax and open your eyes. എന്റെ വോയിസ് എല്ലാം ക്ലിയർ ആയിരുന്നു നിങ്ങൾക്ക്? ഇന്ന് എന്തെങ്കിലും നെറ്റിന്റെ ഇഷ്യൂസ് നിങ്ങൾക്ക് ഫീൽ ചെയ്തായിരുന്നോ? ഇല്ല. ഇല്ല, ഇല്ല. ഇല്ല, ക്ലിയർ ആയിരുന്നു. റിയ സാറൊക്കെ കേറാൻ വൈകിപ്പോയിന്ന് തോന്നുന്നു. അതെ, ഓഡിയോ കുറച്ചിൽ എന്റെ ഫോണിന്റെ കംപ്ലൈന്റ് ആയിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഓക്കെ, സിന്ധു മാം. ആ അവിടെ ഇരുന്ന ആ ഒരു മൊമെന്റിൽ ഇരുന്നു പോയല്ലേ? ഓക്കെ അതെ, ഒന്ന് ടൈമിയൊരു ഡൗട്ട് ഓക്കെ. കേട്ടുമില്ല. അവസാനായിപ്പോ ഉറങ്ങിപ്പോയോ എന്നൊരു ഡൗട്ട് എനിക്കുണ്ട്. ആ ഞാനും നമ്മുടെ വിഷമങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോ ഉറങ്ങിപ്പോയല്ലേ? ഓ അവസാനം പറഞ്ഞത് എന്താന്നുള്ളത് വിട്ടുപോയി. ഓക്കെ, അന്ന് നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഉറങ്ങി നോക്കാം. ആണോ? അപ്പൊ ഒന്നുകൂടി റിലാക്സ് ആയിട്ട് ഇരുന്നിട്ട് ജസ്റ്റ് വൺസ് അഗൈൻ ക്ലോസ് യുവർ ഐസ്. വളരെ സാവധാനം കണ്ണുകൾ അടയ്ക്കുക. Again, take a deep breath in. Hold for a moment. Breathe out slowly. Again, take a deep breath in. Hold for a moment. Breathe out slowly. Again, take a deep breath in. Hold for a moment. Breathe out slowly. Just relax ആയിട്ടിരിക്കുക. നിങ്ങൾ നേരത്തെ ആഗ്രഹിച്ച ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. ആ ലക്ഷ്യത്തിൽ നിങ്ങൾക്ക് എത്തിപ്പെടാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുമൂലം നിങ്ങൾക്ക് ഒരുപാട് സങ്കടങ്ങൾ അനുഭവിക്കേണ്ടി വന്നിരുന്നു. എന്നാൽ ആ ഒരു ഗോള് അത് നിങ്ങൾ ഈ നിമിഷം അച്ചീവ് ചെയ്തു. നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന, സന്തോഷിക്കുന്ന ആ ഒരു നിമിഷം, ആ ഒരു ലക്ഷ്യം അത് നിങ്ങൾക്ക് നേടാൻ സാധിച്ചു. നിങ്ങളത് നേടിയതായിട്ടൊന്ന് വിഷ്വലൈസ് ചെയ്തേ. നിങ്ങൾക്കത് കിട്ടിയതായിട്ടൊന്ന് വിഷ്വലൈസ് ചെയ്തേ. ആ ഏറ്റവും പ്രിയപ്പെട്ട ഗോളിൽ നിങ്ങൾ ഇപ്പോൾ ഒന്ന് ജീവിച്ചേ. ആ ഒരു ഗോള് നിങ്ങൾ സ്വന്തമാക്കിയ രീതിയിൽ ആ ഒരു മൊമെന്റിൽ നിങ്ങളൊന്ന് ജീവിക്കുക.
അതിൽ നിന്നുണ്ടായിട്ടുള്ള ആ സന്തോഷം അത് മാക്സിമം നിങ്ങൾ എൻജോയ് ചെയ്യുക. ആ ഗോള് നേടുമ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടായ ഒരു അനുഭൂതി അത് മാക്സിമം നിങ്ങളുടെ ബോഡിയിലേക്ക് കൊണ്ടുവരിക. ഏറ്റവും സന്തോഷകരമായ ആ ഗോൾ അച്ചീവ് ചെയ്തിട്ടാണ് നിങ്ങളിവിടെ ഇരിക്കുന്നത്. അതിന്റെ സന്തോഷം, ആ ഫീലിങ്സ് ഏറ്റവും നല്ല രീതികൾ നിങ്ങളുടെ ഓരോ സെല്ലിലേക്കും കൊടുക്കുക. നിങ്ങളുടെ ശരീരത്തിലെ ഓരോ സെല്ലിലേക്കും അതിന്റെ ആ ഒരു സന്തോഷം, ആനന്ദം അത് നിങ്ങൾ നൽകുക. നിങ്ങൾക്ക് ഈ നിമിഷം അത് നേടിയതിൽ ജീവിക്കാൻ സാധിക്കട്ടെ. നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ടവർ അവർ നിങ്ങളുടെ തൊട്ടടുത്തിട്ടുണ്ട്. അവരുടെ ഓരോരോ മുഖങ്ങളും അവർ നിങ്ങളോട് പറയുന്ന വാക്കുകളും എല്ലാം കേൾക്കുക. അവരുടെ സന്തോഷം, അവർ നിങ്ങളോട് പറയുന്ന ആ സന്തോഷത്തിന്റെ വാക്കുകൾ, ഓരോരുത്തരിൽ നിന്നും കേൾക്കുന്ന ആ ശബ്ദം അത് നിങ്ങളുടെ ചെവിയിൽ അലയടിക്കട്ടെ. അവരുടെ മുഖം അത് നിങ്ങളുടെ മനസ്സിൽ തെളിയട്ടെ. ആ ഫീലിങ്സ് അത് നിങ്ങളുടെ ശരീരത്ത് അനുഭവിക്കാൻ സാധിക്കട്ടെ. ആ അനുഭൂതി മാക്സിമം അനുഭവിച്ചറിയുക. ഓരോ നിങ്ങളുടെ ഏറ്റവും വേണ്ടപ്പെട്ടവരുടെ നിങ്ങളോടുള്ള വാക്കുകൾ അത് കേട്ടറിയുക. അവരുടെ സന്തോഷം അനുഭവിച്ചറിയുക. അത് അതിന്റെ മാക്സിമത്തിൽ അനുഭവിച്ചറിഞ്ഞേ, ഏറ്റവും മാക്സിമത്തിലേക്ക് കൊണ്ടുപോയേ. അവിടുത്തെ ആ ചിരിയും സന്തോഷവും എല്ലാം ചെവിയിൽ വളരെ ക്ലിയർ ആയിട്ട് അത് നിങ്ങൾക്ക് കേൾക്കാൻ സാധിച്ചേ. ഇതിന്റെ ബ്രൈറ്റ്നെസ് മാക്സിമം, ആ ഒരു മൊമെന്റിന്റെ ബ്രൈറ്റ്നെസ് മാക്സിമം കൂട്ടിക്കേ. ഇതിന്റെ ക്ലാരിറ്റി ഫുൾ ആക്കിക്കേ. അതിന്റെ പവർ 100% ആക്കിക്കേ. അതിന്റെ ഫീലിങ്സ് മാക്സിമത്തിലേക്ക് കൊണ്ടുപോയിക്കേ. അത് മാക്സിമം എൻജോയ് ചെയ്തിട്ട് അതിന്റെ ഫീലിങ്സ് നിങ്ങളുടെ ബോഡിയിലേക്ക് മാക്സിമം കൊണ്ടുവരിക. നിങ്ങളിപ്പോൾ ഏറ്റവും നിർമ്മലമായ, സന്തുഷ്ടമായ, സന്തോഷകരമായ ഒരു നിമിഷത്തിലാണ്. ഇപ്പോൾ നിങ്ങൾ എവിടെയാണോ, ഏതൊരു മൊമെന്റിലാണോ ഇരിക്കാൻ ആഗ്രഹിക്കുന്നത് ആ ഒരു സ്ഥലം അത് നിങ്ങൾ വിഷ്വലൈസ് ചെയ്തേ. അവിടെ നിങ്ങൾ ഇരിക്കുന്നതായിട്ടൊന്ന് കണ്ടേ. നിങ്ങളിപ്പോ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കാൻ ആഗ്രഹിക്കുന്ന ആരൊക്കെയാണോ അവരെല്ലാവരും നിങ്ങളോടൊപ്പം ഉള്ളതായിട്ട് കണ്ടേ. അവരോടൊപ്പം നിങ്ങൾ സമയം ചെലവഴിക്കുന്നത് കണ്ടേ. നിങ്ങളുടെ സന്തോഷം പങ്കുവെക്കുന്നത് കണ്ടേ. ഈ ഒരു നിമിഷം ഏറ്റവും മനോഹരമാക്കാൻ നിങ്ങൾക്ക് എന്തെല്ലാമാണോ വേണ്ടത്, ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹമായിരിക്കാം, പൂർവികരിൽ നിന്നുള്ള അനുഗ്രഹമായിരിക്കാം, നിങ്ങളുടെ ഗുരുക്കന്മാരിൽ നിന്നുള്ള അനുഗ്രഹമായിരിക്കാം, എല്ലാം നിങ്ങൾക്ക് ആ സമയത്ത് കിട്ടുന്നതായി അനുഭവിച്ചറിയുക. എല്ലാ ബ്ലെസ്സിങ്സും നിങ്ങൾക്ക് കിട്ടുന്നതായി അനുഭവിച്ചറിയുക. എല്ലാവരിൽ നിന്നുള്ള ആ സ്നേഹവും ബ്ലെസ്സിങ്സും എല്ലാം മാക്സിമം നിങ്ങൾക്ക് ലഭിക്കുന്നതായി അനുഭവിച്ചറിയുക. നിങ്ങൾ ഏറെ ആഗ്രഹിക്കുന്ന ആ ഒരു ഇടത്ത് അവിടെ നിങ്ങൾ ഇരിക്കുന്നതായി നിങ്ങൾ അനുഭവിച്ചറിയുക. അവിടെ കേൾക്കേണ്ട ശബ്ദങ്ങൾ, നിങ്ങളുടെ കൂടെ ആരൊക്കെ ഉണ്ടായിരിക്കണം,
അതെല്ലാം നിങ്ങൾ അനുഭവിച്ചറിയുക. ആ ഒരു നിമിഷത്തിൽ, അതിന്റെ പാരമ്യത്തിൽ നിങ്ങൾ അനുഭവിച്ചറിയുക. എൻജോയ് ദാറ്റ് മൊമെന്റ്. എൻജോയ് ദാറ്റ് മൊമെന്റ്. ഈ പ്രകൃതിയിൽ നിന്നുള്ള ഒരുപാട് നന്മകൾ, അതായത് കിളികളുടെ ശബ്ദവും ചെറിയ തണുത്ത കാറ്റും എല്ലാം വരുന്നതായി അനുഭവിച്ചറിയുക. നിങ്ങൾ വളരെ സന്തോഷകരമായ ഒരു നിമിഷത്തിൽ കഴിയുന്നതായി അനുഭവിച്ചറിയുക. നിങ്ങൾ നിങ്ങളുടെ സ്വർഗം പണിതിരിക്കുകയാണ്. ആ സ്വർഗത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ആവോളം ആസ്വദിച്ച് ജീവിക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാം ആ നിങ്ങളുടെ കൊച്ചു സ്വർഗത്തിലുണ്ട്. അവിടേക്ക് നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഇട്ട് നിറയ്ക്കാവുന്നതാണ്. നിങ്ങൾ എന്തൊക്കെയാണോ അതിൽ ആഗ്രഹിക്കുന്നത് അതെല്ലാം ഇട്ട് അത് പൂർണ്ണമായും നിറയ്ക്കുക. ആ ഒരു പാരഡൈസ് പൂർണ്ണമായും നിറയ്ക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ നന്മകൾ കൊണ്ടും പൂർണ്ണമായും നിറയ്ക്കുക. 100% പൂർണ്ണതയിലേക്ക് നിങ്ങളുടെ ആ പാരഡൈസ് കൊണ്ടുവരിക. അതിൻ്റെ സന്തോഷം നിങ്ങളുടെ ബോഡിയിലേക്ക് സ്പ്രെഡ് ചെയ്യിക്കുക. നിങ്ങളുടെ സ്വർഗത്തിലെ ആ തണുത്ത കാറ്റിന്റെ നൈർമല്യം അനുഭവിച്ചറിയുക. ആ സ്വർഗത്തിലെ ആ സുഗന്ധം അത് അനുഭവിച്ചറിയുക. ആ സ്വർഗത്തിലൂടെ ഒഴുകുന്ന തേനിന്റെ സ്വാദ് അത് അനുഭവിച്ചറിയുക. ആ സ്വർഗത്തിന്റെ മനോഹാരിത അത് പൂർണ്ണമായും അനുഭവിക്കുക. ആ സ്വർഗത്തിലെ ശബ്ദം, മനോഹരമായ ശബ്ദം അത് ആവോളം ആസ്വദിക്കുക. ഈ ഒരു മനോഹരമായ സ്വർഗം നിങ്ങൾക്കായി പണിത ഈശ്വരന്, പ്രപഞ്ച ശക്തിക്ക്, സർവേശ്വരന് നന്ദി പറയുക. ദൈവത്തോട് മനസ്സറിഞ്ഞ് ആത്മാർത്ഥമായി ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുക. ഈ മനോഹരമായ ഒരു ലക്ഷ്യം അല്ലെങ്കിൽ ഈ മനോഹരമായ സ്വർഗം എനിക്കായി പണിതതിന് ദൈവത്തിന് നന്ദി അറിയിക്കുക. സർവേശ്വരനോട് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുക. റിലാക്സ്, റിലാക്സ്. സാവധാനം നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ ശ്വാസത്തിലേക്ക് കൊണ്ടുവരിക. സാവധാനം ശ്രദ്ധ നിങ്ങളുടെ ശ്വാസത്തിലായിരിക്കട്ടെ. സാവധാനം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. സാവധാനം ശ്വാസം പുറത്തേക്ക് വിടുക. വൺസ് അഗൈൻ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ശ്വാസം പുറത്തേക്ക് വിടുക.
ശേഷം നിങ്ങളുടെ കൈകൾ നന്നായി പൊട്ടിത്തിരുമ്മി ചെറു ചൂട് വരുമ്പോൾ കണ്ണിൽ വെച്ച് വളരെ ഹാപ്പി ആയിട്ട് വളരെ നന്ദിയോടുകൂടി ചിരിച്ച് കണ്ണുകൾ തുറക്കുക. താങ്ക് യു. നിങ്ങൾ ഏറ്റവും ആഗ്രഹിക്കുന്ന ആ ലക്ഷ്യം നേടിയതിന്റെ ആ ഒരു ഹാപ്പിനെസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ സാധിച്ചു? Yes. തീർച്ചയായും എന്തായിരുന്നു നിങ്ങളുടെ എക്സ്പീരിയൻസ്? ഗുഡ്. എല്ലാവരും എന്താണ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയത് എന്നത് പറയുകയാണെങ്കിൽ സന്തോഷമായിരുന്നു. വിനീത മാം. ഓക്കെ മാം, താങ്ക് യു വെരി മച്ച്. എന്റെ സ്കൂളിൽ ഓക്കെ പറഞ്ഞോളൂ മാം. എന്താണെന്നുള്ളതും കൂടി പറയണം അല്ലേ? ഓക്കെ പറയാം. എനിക്ക് എന്റെ സ്കൂളിലെ ഒരു ഇൻഫ്ലുവൻസ്ഡ് മെന്റർ ആവാന്നുള്ളതാണ് എന്റെ ഇപ്പോഴത്തെ ഒരു എയിം. അപ്പൊ ഞാനത് എപ്പോഴും വിഷ്വലൈസ് ചെയ്യാറുണ്ട് മനസ്സിൽ. ഓക്കെ, വിനിത മാം അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞോളൂ. വിനിത മാം അൺമ്യൂട്ട് ചെയ്യും. സോറി മാം. അപ്പൊ അങ്ങനെ വിഷ്വലൈസ് ചെയ്യാറുണ്ട്. അങ്ങനെ അവിടെ ഇരിക്കുന്നതും ഒരു റൂമിൽ ഇരിക്കുന്നതും നമ്മുടെ അടുത്തേക്ക് കുട്ടികള് പാരന്റ്സ് അവരൊക്കെ വരുന്നത്, അവരിലൊരു ട്രാൻസ്ഫോർമേഷൻ നമ്മളിലൂടെ. അപ്പൊ അത് ഒന്നും കൂടി ഇപ്പൊ മാം പറഞ്ഞപ്പോ അത് ശരിക്കും കുറച്ചും കൂടി നന്നായിട്ട് ഡീപ്പായിട്ട് കാണാൻ പറ്റി. അതിന്റെ ആ ഒരു ഇമ്പാക്ട് ഉണ്ട്, ഒന്നുണ്ട്. അങ്ങനെ ആവും, അങ്ങനെ ഒരു പോസ്റ്റ് വരും, അങ്ങനെ ഒരു പ്രൊമോഷൻ കിട്ടും, നടക്കും എന്നുള്ളൊരു തോന്നല്. താങ്ക് യു മാം, താങ്ക് യു വെരി മച്ച്. താങ്ക് യു വെരി മച്ച്. സിന്ധു മാം. എനിക്ക് നല്ലൊരു ഹാപ്പി തോന്നി. അത് നടക്കും, എന്റെ ഗോള് സെറ്റ് ചെയ്തത്. അങ്ങനെ ഒരു ഫീലിങ്സ് എനിക്കുണ്ടായി. ഞാൻ അതിലൂടെ ഒക്കെ കടന്നുപോയി. അത് കഴിയുമ്പോൾ ഉള്ള ആ ഹാപ്പിനെസ്സിലൂടെ. താങ്ക് യു സിന്ധു മാം. പത്മ മാം, എല്ലാവരും അവരവരുടെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യുക. കേൾക്കാൻ പറ്റുന്നത് പത്മ മാമിന്റെ വോയിസ് ഞങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നില്ലല്ലോ. കേൾക്കുന്നില്ല ഞങ്ങള്. കേൾക്കാൻ പറ്റുന്നില്ല. അവസാനം ഒരു ഡോക്ടറെ കാണാനപ്പോൾ ഈ ഡോക്ടർ മാത്രം പറയുന്നത് മാം ഒന്ന് ഗ്രൂപ്പിൽ ഷെയർ ചെയ്താൽ മതി, കാരണം ഞങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുന്നില്ല. ഷൈനി മാം. അടുത്ത ആരാണ് പറയുന്നത്? ഷൈനി മാം. മാം, ഞാന് നല്ലൊരു അനുഭവത്തിലൂടെയാണ് കടന്നുപോയത്. എൻ്റെ മനസ്സിൽ ഗോള് എന്ത് സെറ്റ് ചെയ്യണമെന്നൊക്കെ ഇങ്ങനെ ഒരു സംശയമുണ്ട്. ഈ ഒരു മിഡ് ലൈഫിൽ എത്തി നിൽക്കുമ്പോൾ മറ്റേ നമ്മുടെ എൽവിസ് പറഞ്ഞതുപോലെ എങ്കിലും മനസ്സിൽ പണ്ടേ ഉള്ള ഒരു ആഗ്രഹമായിരുന്നു, ഇങ്ങനെ സമൂഹത്തില് ഒറ്റപ്പെട്ട് ജീവിക്കുന്നവരെ അല്ലെങ്കിൽ എന്തെങ്കിലും കൈത്താങ്ങുകൾ ആവശ്യമുള്ള ആൾക്കാരെ കണ്ടെത്തി അവർക്ക് എന്തെങ്കിലും നന്മ ചെയ്ത് ജീവിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ മനസ്സിലൊരു ഗോള്. ഞാൻ അതിലൂടെ കടന്നുപോയി. അപ്പം ഭയങ്കര സന്തോഷമാണ് എനിക്ക് അനുഭവിക്കാൻ പറ്റിയത്. കാരണം മറ്റൊരാൾക്ക് ഒരു നന്മ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പോ അതാണ് എൻ്റെ ജീവിതത്തിലെ ഒരു ആഗ്രഹവും. അത് മനസ്സിൽ ഇങ്ങനെ കാണാറുമുണ്ട് ഞാൻ. താങ്ക് യു ഷൈനി മാം. ഇതാണ് വേണ്ടത്. അതായത് പലപ്പോഴും ഞാൻ ആദ്യം അങ്ങനെ പറഞ്ഞു തുടങ്ങാൻ കാരണം, ഇപ്പൊ എൽവിസ് സാർ ആണെങ്കിലും പറഞ്ഞതിന് റീസൺ അതാണ്. നമ്മുടെ മിഡ് ലൈഫ് ആവുമ്പോൾ നമ്മൾ ഗോൾ എന്ന് പറയുമ്പോൾ നമ്മുടെ എന്താണ് കരിയർ ഗോള്, നമ്മുടെ ഫാമിലി ഗോൾ, അങ്ങനെയുള്ള ഇതാണ്. നമ്മുടെ പർപ്പസും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ലൈഫ് പർപ്പസ് ആയിരിക്കണം നമ്മുടെ ഗോൾ ആയിട്ട് വേണ്ടത്. അല്ലാതെ നമ്മുടെ ലൈഫിൽ അച്ചീവ് ചെയ്യുന്ന അവിടെ അച്ചീവ്മെന്റ് ഗോൾസ് സാറ്റിസ്ഫൈഡ് ചെയ്ത് കഴിയുമ്പോൾ, ഇപ്പൊ മാം പറഞ്ഞു
മറ്റുള്ളവർക്ക് നന്മ ചെയ്ത് അവിടെ ഒരിക്കലും ആ ഗോള് നമ്മുടെ ഫിനിഷ് ആവുന്നില്ല. നമ്മുടെ ലൈഫിൽ എപ്പോഴും ഹോപ്പായിട്ട് മുന്നോട്ട് പോവാണ്. മറ്റേത് നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്തു, അത് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതായത് നമ്മുടെ കുട്ടികളെ നല്ല രീതിയിൽ വളർത്തി അവരെ സെറ്റിൽ ആക്കുക എന്നതായിരുന്നു നമ്മുടെ ഗോള്. നമുക്ക് ആ ഒരു നമ്മുടെ ഈ സൊസൈറ്റി നമുക്ക് കുറെ ഗോൾസ് തരുന്നുണ്ട്. അപ്പൊ ആ ഒരു ഗോൾ ആണെങ്കിൽ നമ്മുടെ കുട്ടികളെ വളർത്താൻ വേണ്ടിയിട്ട് നമ്മൾ ചിലപ്പോൾ ഒരുപാട് കഷ്ടതകളും ഇതൊക്കെ സഹിച്ച് വളർത്തി അവരെ ഒരു നല്ല രീതിയിലാക്കി. ഇനി അവരവരുടെ ലൈഫായി അങ്ങോട്ട് പോകുന്നു. ഇനി നമുക്ക് എന്താണ് ജീവിതത്തിൽ ഒരു നമുക്ക് എന്താണ് ഇനി ഉള്ളത് ആ ഒരു തോട്ടിലേക്ക് വരും. അതായത് നമ്മൾ ജോലിയൊക്കെ ചെയ്ത് നമ്മൾ റിട്ടയർമെന്റ് കഴിഞ്ഞാൽ പിന്നെ ഇനി എന്താണ്, ഇനി നമുക്കായിട്ടൊരു ഗോളും ഇല്ല, ഒന്നുമില്ല. അവര് നമ്മുടെ ഏറ്റവും വലിയ ഗോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ വിവാഹം കഴിച്ച് അയക്കുക, അല്ലെങ്കിൽ അവരുടെ ലൈഫ് ഒന്ന് സെറ്റിൽ ആക്കി കൊടുക്കുക, അതൊക്കെയായിരുന്നു. അതൊക്കെ കഴിഞ്ഞു. ഇനി എന്താണ്? അപ്പൊ നമ്മൾ ശരിക്കും അവിടെ എന്താണ്, ഇവിടെ സ്റ്റോപ്പായി പോകും. അപ്പൊ നമ്മുടെ പർപ്പസ് ആണ് നമ്മൾ തിരിച്ചറിഞ്ഞിട്ട്, ഇപ്പൊ മാം പറഞ്ഞു ഇതുപോലെ ഒറ്റപ്പെട്ടു പോകുന്നവരെ ഹെൽപ്പ് ചെയ്യുക. ആ സമയത്ത് കിട്ടുന്ന ആ ഒരു സാറ്റിസ്ഫാക്ഷൻ അതൊരിക്കലും നമ്മുടെ പർപ്പസ് ആണ്, ലൈഫ് പർപ്പസ് ആണ്. അതൊരിക്കലും അത് ഫിനിഷ് ആവുന്നില്ല. അത് നമ്മൾ മരണശേഷമാണെങ്കിലും നമ്മുടെ ആ ഒരു എന്താണ്, നമ്മൾ ആ ഒരു സമയത്ത് നമുക്ക് ഏറ്റവും സന്തോഷത്തോടെ ഈ ലോകത്തോട് വിട പറഞ്ഞു പോകാൻ പറ്റുന്ന ഒരു മൊമെന്റ് ആയിരിക്കും. ഞാൻ ഇവിടെ വന്നു, അത് നമ്മളിവിടെ വന്നതിന്റെ ഉദ്ദേശം അത് സാറ്റിസ്ഫൈ ചെയ്തിട്ടാണ് നമ്മൾ ഇവിടെ നിന്ന് വിട പറഞ്ഞു പോകുന്നത് എന്നുള്ളൊരു തോട്ട് വരുമ്പോൾ നമുക്ക് വളരെ സന്തോഷത്തോടെ വിട പറഞ്ഞു പോകാം. പലപ്പോഴും നമ്മൾ നമ്മുടെ ആസ് എ ഫാദർ അല്ലെങ്കിൽ നമ്മളൊരു അച്ഛനായിട്ട് നമ്മുടെ കുട്ടികളെ വളർത്താനുള്ള ഇതിൽ പോകുമ്പോൾ അവർക്ക് വേണ്ട സ്നേഹം, പരിഗണന, ലാളന ഇതെല്ലാം കൊടുക്കാൻ നമ്മൾ വിട്ടു. കാരണം അവരെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ എല്ലാം ചെയ്യുന്നത്. പക്ഷെ അവരാഗ്രഹിക്കുന്നത് ചിലപ്പോൾ നമുക്ക് കൊടുക്കാൻ സാധിക്കില്ല. അത് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ എന്തൊക്കെയോ ചെയ്തു, പക്ഷെ നമ്മൾ അവർക്ക് കൊടുക്കേണ്ട, റിയൽ ആയിട്ട് കൊടുക്കേണ്ട പലതും വിട്ടുപോയി എന്നുള്ള റിഗ്രഷൻ, അങ്ങനെ പലതും ആയിരിക്കും നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്നത്. അപ്പോ ആ ഒരു പർപ്പസ്, നമ്മുടെ ലൈഫ് പർപ്പസ് നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കി ആ ഒരു ലൈഫ് പർപ്പസിന് വേണ്ടി നമ്മൾ ആ ഒരു ഗോള് അത് മനസ്സിലുണ്ടെങ്കിൽ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഒരു റിഗ്രറ്റ് അല്ലെങ്കിൽ ഇനി എന്ത് എന്നുള്ള ഒരു ഫ്രണ്ടിലേക്ക് ഹോപ്പ് ഇല്ലാത്ത ഒരു ഇത്, അല്ലെങ്കിൽ നമ്മുടെ ഗോൾ അച്ചീവ് ചെയ്ത് കഴിയുമ്പോൾ ഇനി മുമ്പോട്ട് നമുക്കൊന്നുമില്ല എന്നുള്ളൊരു തോന്നലാണ്. അതായത് നമ്മൾ സെറ്റ് ചെയ്യുന്ന ചെറിയ ചെറിയ ഗോൾസ്, നമ്മുടെ ലൈഫ് പർപ്പസ് ആണ് നമ്മുടെ ഗോൾ എങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ, നമുക്ക് ഹാപ്പി ആയിട്ട് ജീവിക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ ക്രിയേറ്റിവിറ്റി മാക്സിമം കൊണ്ടുവരാൻ, നമ്മുടെ മൈൻഡ് ഓപ്പൺ ആയിട്ടിരിക്കാൻ, ഈ ലോകത്തിന് നന്മകൾ ചെയ്യാൻ, ഇത് അല്ലെങ്കിൽ രണ്ടു പേർക്ക് നന്മ ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു സാറ്റിസ്ഫാക്ഷൻ അത് അനുഭവിച്ചറിയാൻ നമുക്ക് സാധിക്കും. അല്ലെങ്കിൽ നമ്മളെ ലൈഫ് മുന്നോട്ട് പോകുമ്പോൾ ഒരു നിമിഷം നമ്മൾ പല കാര്യങ്ങൾ കൊണ്ട് ബ്ലോക്ക് ആയിട്ട് അവിടെ നിന്ന് പോകും. ആ ഒരു ബ്ലോക്കേജ് വരാതെ നമ്മുടെ ലൈഫ് പർപ്പസസ് നമ്മൾ സെറ്റ് ചെയ്ത് അതിലേക്ക് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. അപ്പോൾ ഷൈനി മാമിന് ഇന്നത്തെ ആ ഒരു ലൈഫ് പർപ്പസ് അത് തന്നെ കണ്ടുപിടിച്ച് മുന്നോട്ട് പോകാൻ, അല്ലെങ്കിൽ ഒരു ഹാപ്പി ആയ ഒരു ലൈഫ് മുന്നോട്ട് എത്തിക്കാൻ സാധിക്കുമെന്ന് മനസ്സിന് ഉറപ്പ് നൽകാൻ സാധിച്ചു എന്നറിഞ്ഞതിൽ വളരെ സന്തോഷം. വെരി ഗുഡ് ഷൈനി മാം. താങ്ക് യു. അംബിക മാം, നീതു മാം, അംബിക മാം, സന്തോഷ് സാർ, പ്രിയ സാർ ഒന്നും പറഞ്ഞില്ല. എല്ലാവരും ഇന്ന് നിങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവെക്കുക. മാം നീതു ആണ്. പറഞ്ഞോളൂ. ഞാൻ എന്റെ ഗോള് നേടിക്കഴിഞ്ഞു. ഇവിടെ ഇരുന്നിരിപ്പില് എന്റെ ഗോള് ഞാൻ നേടിക്കഴിഞ്ഞു. ഞാൻ ഇപ്പോഴും അവിടെ തന്നെ ഇരിക്കുന്നത്. ഞാൻ എപ്പോഴും അവിടെ തന്നെയാണ് ഇരിക്കുന്നത്. ശരിക്കും ഞാൻ ഇന്നലത്തെ മെഡിറ്റേഷൻ ഞാൻ പറഞ്ഞായിരുന്നു, എനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയില്ല അങ്ങനെ പറഞ്ഞായിരുന്നു. പക്ഷെ ഇന്ന് ഞാൻ നന്നായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. കാരണം എന്റെ ഗോള് അത്രത്തോളം വലിയൊരു ഗോളാണ്. അത് എന്റെ മാത്രം ഒരു അച്ചീവ്മെന്റ് അല്ല. ഞാനൊരു ടീം വർക്കാണ് ചെയ്യുന്നത്. ഒരു 10 പേർക്ക് 10 ലക്ഷം രൂപ അക്കൗണ്ടിലേക്ക് ആക്കി കൊടുത്താൽ ഞാനൊരു കോടീശ്വരിയാണ്. അങ്ങനത്തെ ഒരു ബിസിനസ്സാണ് ഞാൻ ചെയ്യുന്നത്. അപ്പൊ ഒരു 10 ഫാമിലീനെ പ്രൊട്ടക്ട് ചെയ്തിട്ടാണ് ഞാൻ അച്ചീവ്മെന്റ് എടുക്കുന്നത്. അപ്പോ അതില് ശരിക്കും പറഞ്ഞാൽ ഞാനൊരു കാറ് വാങ്ങുന്നതിനേക്കാളും എന്റെ ടീമിൽ 10 പേര് കാർ എടുക്കുമ്പോഴാണ് എനിക്ക് കൂടുതൽ അതിലും സന്തോഷം എന്ന് പറയില്ലേ, അതേപോലത്തെ ഒരു ഫീൽഡിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോ ഞാൻ എന്റെ പേര് അവിടെ അനൗൺസ് ചെയ്യുന്നതും ആളുകൾ കൈയടിക്കുന്നതും ഞാൻ ആ അച്ചീവ്മെന്റ് വന്ന് വാങ്ങുന്നതും എനിക്ക് ഷേക്ക് ഹാൻഡ് തരുന്നതൊക്കെ ഞാൻ ഫീൽ ചെയ്തു. സൗണ്ട് കേട്ടു, ഞാൻ ഷേക്ക് ഹാൻഡ് അനുഭവിച്ചു.
എല്ലാം ഞാൻ ഫീൽ ചെയ്തു. എനിക്ക് അത്രത്തോളം ഫീലിംഗ് കിട്ടി. കാരണം അത്രത്തോളം ഞാൻ ഇതിൽ കമ്മിറ്റഡ് ആണ് ഈ ഒരു ഗോളില്. അത് പിന്നെ അതിനല്ല, ഞാൻ ഈ ഗോള് നേടുന്നതോടുകൂടി എന്റെ ഫാമിലിയിൽ ഉണ്ടാവുന്ന സന്തോഷം, എന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഒരുപാട് പേർക്ക് ഞാൻ ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങൾ എല്ലാം കവർ ചെയ്ത് പോയി അതില്. ഉം, നല്ലൊരു സെക്ഷൻ ആയിരുന്നു. വെരി 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 താങ്ക് യു. എന്താ പറയേണ്ടത് അറിയില്ല. താങ്ക് യു സോ മച്ച്. അനിൽ സാറിന് പ്രത്യേകിച്ച് താങ്ക്സ് പറയാണ് ഞാൻ. അത്രത്തോളം എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഒരു സെക്ഷൻ തുടങ്ങുന്നതിന് തലേ ദിവസം ഞാൻ അനിൽ സാറിനെ വിളിച്ചിട്ട് എന്റെ വിഷമങ്ങൾ ഞാൻ അനിൽ സാറിനോട് തുറന്നു പറഞ്ഞു. കുറച്ച് ദിവസങ്ങളായിട്ട് വിളിക്കാന്ന് വിചാരിച്ചിട്ട് അന്നാണ് വിളിച്ചത്. അപ്പൊ സാറ് പറയാണ് നാളെ ഇങ്ങനെ ഒരു സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നി ദൈവം എന്റെ കൂടെ ഉണ്ട്, എനിക്ക് വേണ്ട വഴി തുറന്നു വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അന്നേ ദിവസം തന്നെ സാറിനെ വിളിച്ചത്. അപ്പൊ എന്റെ ഗോള് എന്തിനായാലും ഞാൻ ഇവിടെ ഇരുന്ന് നേടിക്കഴിഞ്ഞു. ഇനി അത് റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരണം. അതെന്തായാലും എനിക്ക് നടക്കുന്നുള്ള 100% ഉറപ്പായി. താങ്ക് യു നീതു മാം. നമ്മളെല്ലാം ശരിക്കും ദൈവത്തിന്റെ ഒരു നിയോഗം. ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം ഞങ്ങൾ പറഞ്ഞല്ലോ, സ്പ്രെഡ് ഹാപ്പിനെസ് എവരിവെയർ. അതായത് മറ്റുള്ളവരിലേക്ക് സന്തോഷം എത്തിക്കുക. അതിന് ഞങ്ങളൊരു നിമിത്തം ആകുന്നു എന്ന് മാത്രം. ഒന്നും ഈ അതിനെനിക്ക് ഞാൻ പറഞ്ഞതെല്ലാം കടന്നു കോയിൻസിഡൻസ്. ആ കറക്റ്റ് സമയത്ത് നീതു മാം വിളിക്കാൻ, അനിൽ സാർ ഇതിന്റെ ഒരു കാര്യം പറയാനും, അതെല്ലാം ശരിക്കും ഒരു നിയോഗം പോലെ തന്നെ. ഒന്നും നമ്മുടെ ഒന്നും കഴിവല്ല, എല്ലാം ഒരു സൂപ്പർ നാച്ചുറൽ. കണ്ണീര് ഒഴുകിയായിരുന്നു, കണ്ണീര് വന്നായിരുന്നു. അത് എനിക്ക് ഭയങ്കര സന്തോഷം. ഞാൻ അങ്ങനെ കരയാത്ത ആളാണ്. എനിക്ക് സന്തോഷം വന്നാലും ഞാൻ അങ്ങനെ കരയാത്ത ആളാണ്. കരയില്ല ഞാൻ. ചില ആളുകൾ സന്തോഷം വന്നിട്ട് കരയുന്നതൊക്കെ കാണാറ്. അപ്പൊ ഞാൻ ആലോചിക്കുന്നത് ഈ സന്തോഷം വരുമ്പോൾ എന്തിനാ കരയണേ എന്ന് ചിന്തിക്കാറുണ്ട്. പക്ഷെ ഇപ്പൊ ഞാൻ കരഞ്ഞു. സത്യമായിട്ട് എനിക്ക് ആ കണ്ണീര് വന്നിട്ട് ഇപ്പോഴാണ് ആനന്ദ കണ്ണീര് എന്താണെന്ന് ഞാൻ അറിയുന്നത്. താങ്ക് യു സോ മച്ച്. താങ്ക് യു നീതു മാം. ഞങ്ങൾക്ക് എല്ലാവർക്കും ആ ഒരു നീതു മാമിന്റെ ഹാപ്പിനെസ് നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ സാധിക്കുന്നില്ലേ? ആ വാക്കുകളിൽ നിന്ന് അനുഭവിച്ചറിയാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുന്നുണ്ട്. റിയാസ് സാറുണ്ട്, ദീപാമുണ്ട്. ഗുഡ് ഈവനിങ്. ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞ കുറച്ച് നാൾ വരെ മുമ്പ് വരെ പ്രത്യേകിച്ച് ഒരു ഒന്നുള്ള ആളല്ലായിരുന്നു. കുറച്ച് നാളായിട്ട് ഹിപ്നോസിസ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ അറിയുമെന്നറിയില്ല, എറണാകുളത്തുള്ള ഒരു ഷിബു ദാമോദർ സാറിന്റെ കീഴില് ഹിപ്നോസിസ് പല കോഴ്സുകളായിട്ട് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ എനിക്ക് ആഗ്രഹം, ഞാൻ MSc സൈക്കോളജി കഴിഞ്ഞതാണ്, ഹിപ്നോസിസ് ബേസ് ചെയ്തുകൊണ്ട് PhD എടുക്കണമെന്നും അത് കഴിഞ്ഞ് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന, പ്രത്യേകിച്ച് ഞാൻ പെർസിസ്റ്റൻസ് ഡിപ്പാർട്ട്മെന്റ് ഒരേ ഓഫീസിൽ വർക്ക് ചെയ്യാനാണ്. പ്രത്യേകിച്ച് ഡ്രഗ് അബ്യൂസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആൽക്കഹോൾ അഡിക്റ്റ് ആയിട്ടുള്ള ആളുകളെ ഹിപ്നോതെറാപ്പി സെഷൻ ചെയ്ത് ഒരാളെയെങ്കിലും അതിൽ നിന്ന് ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരണം എന്നുള്ളതാണ് ആഗ്രഹം. പറ്റുമെന്നുണ്ടെങ്കിൽ ജീവിത അവസാനം വരെ ഈ പ്രവൃത്തിയായിട്ട് തുടരണം എന്നും ആഗ്രഹമുണ്ട്. താങ്ക് യു. താങ്ക് യു റിയാസ് സാർ. റിയാസ് സാറിന്റെ ആ ഒരു മനോഹരമായ ഒരു വലിയ ഒരു ഡ്രീം തന്നെയാണ്. അത് സാധിക്കുമെന്നുള്ളത് ഉറപ്പാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക. നമുക്ക് NLP ടെക്നിക്സ് കൂടുതൽ അതിനെ ബൂസ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും ഷുവറായിട്ടും. ഓക്കെ, താങ്ക് യു റിയാസ് സാർ. ദീപ മാം. ഹലോ മാം, ഞാൻ ടീച്ചറാണ്. അപ്പോൾ എനിക്കൊരു വിഷമം വന്നെന്ന് പറഞ്ഞാലേ, എൻ്റെ ക്ലാസ്സിൽ നിന്ന് കഴിഞ്ഞ വർഷം ഒരു കുട്ടി TC കൊടുക്കേണ്ടി വന്നു. അതായത് ആ കുട്ടിയുടെ പ്രശ്നം കാരണമാണ്, ഭയങ്കര പ്രശ്നമാണ്, നമുക്ക് അവനെ കൈകാര്യം ചെയ്യാൻ പറ്റില്ല. പക്ഷെ എനിക്ക് അവൻ പോയി കഴിഞ്ഞപ്പോൾ ഭയങ്കര വിഷമം തോന്നി. കാരണം 2 വർഷം എൻ്റെ കയ്യിലിരുന്ന കുട്ടിയെ എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല, അവനെ ഒന്നും നേരെയാക്കാൻ പറ്റിയില്ല എന്നൊക്കെയുള്ള ഒരു വിഷമം ഇപ്പോഴും എനിക്ക് ഉണ്ട്. അവൻ എവിടെ വെച്ച് കണ്ടാലും എന്നെ വിളിക്കും, വർത്താനം പറയും, ഒക്കെ ചെയ്യും. അപ്പൊ എനിക്കൊരു വിഷമമാണ്. അപ്പൊ എനിക്കിപ്പോ തോന്നുന്നു അങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം. അപ്പൊ ഒരു കൗൺസിലിംഗ് പോലെയുള്ള എന്തെങ്കിലും, അങ്ങനെയുള്ള ഒരു രീതിയിൽ ആ കുട്ടികളെ ഒരു താങ്ങ് കൊടുക്കുന്ന രീതിയിൽ മാനസികമായിട്ട് അങ്ങനെ എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ഒരു ഇതാണ് അത്. അതിനുവേണ്ടി ഞാൻ MA സൈക്കോളജി ചേർന്നിട്ടുണ്ട്. പക്ഷെ അറിയില്ല ഈ പ്രായത്തിൽ എത്രത്തോളം പഠിക്കാൻ പറ്റും, എങ്ങനെയൊക്കെ അത് പൂർത്തിയാക്കാൻ പറ്റുമെന്നൊന്നും അറിയില്ല. പക്ഷെ ഇപ്പൊ ഈ ഗോൾ സെറ്റിങ്ങില് ഞാനത് പൂർത്തിയായതായിട്ടും ഞാൻ അത് അച്ചീവ് ചെയ്തതായിട്ടും ഒക്കെ ഞാനിങ്ങനെ സ്വപ്നം കാണുമായിരുന്നു. താങ്ക് യു മാം. ദീപ മാം, ഉറപ്പായിട്ടും സാധിക്കും. നമുക്ക് പ്രായം വെറും ഒരു നമ്പർ മാത്രമാണ്.
നമുക്ക് ഒരു കാര്യം നമ്മുടെ വിശ്വാസങ്ങളും നമ്മളെ പുറകോട്ട് വലിക്കുന്നത് മറ്റാരുമല്ല, നമ്മുടെ ബിലീഫ്സും നമ്മുടെ തെറ്റായ ധാരണകളും ഒക്കെ തന്നെയാണ്. അപ്പോൾ ആ ഒരു ധാരണ മാറ്റി ദീപ മാമിന് ഈ പറഞ്ഞ പോലെ എത്രയോ പേര്, അതേ നമ്മുടെ അംബിക മാം, അതുപോലെ അനിൽ സാറൊക്കെ ഇപ്പോ 2 വർഷമായുള്ളൂ സൈക്കോളജി ഒക്കെ ഫിനിഷ് ആയിട്ട് ഈ മേഖലയിലേക്ക് വന്നത്. അപ്പോ ആരും ചെറിയ പ്രായത്തിലൊന്നും അല്ല. ശരിക്കും പറഞ്ഞാൽ ദീപ മാം ഏറ്റവും ചെറിയ പ്രായമാണ്, അല്ല അനിൽ സാറേ? അതെ അതെ, നമ്മളിനി ആ ഒരു വാക്കിൽ പറയില്ല, ആണല്ലേ? നമ്മളത് പറയുന്നില്ല. എനിക്ക് പറ്റുമോ കൊച്ചിനെന്താ? കണ്ടോ, അംബിക മാം ഇവിടെ ഇരിക്കുന്നത്. ഞാനാണെങ്കില് മെന്ററായി, ഒരു ട്രെയിനറായി, ജീവിതത്തിലാണെങ്കില് എനിക്ക് എന്റെ കുട്ടികളെ പഠിപ്പിച്ച് പ്രാപ്തരാക്കി കൊച്ചുമക്കളെയും വളർത്തി കഴിഞ്ഞ് വീട്ടിലിരിക്കാതെ ഇതിലേക്ക് ട്രെയിനിങ് പ്രോഗ്രാമിലേക്ക് വന്നു. ഞങ്ങളുടെ സാധക സമാജ ഗ്രൂപ്പിലേക്ക് ഞങ്ങള് യോഗ ക്ലാസ്സിലേക്ക് വന്നു, അതിന്റെ കോർഡിനേറ്റർ എന്തെല്ലാം, പിന്നെ പെൻഷൻ സംഘടനയില് അതിനകത്ത് എന്തെല്ലാം എല്ലാ ആക്ടിവിറ്റീസും കയ്യിൽ കൊണ്ടു നടക്കുന്ന ഒരാളാണ് ഞാൻ. ഈ പ്രായത്തിലും അതാണ് പിടിച്ചു നിർത്താൻ കഴിയുന്നത്. ഈ മെന്ററിന്റെ ക്ലാസ്സും എൻ്റെ സർട്ടിഫിക്കറ്റും കിട്ടിയിട്ട് വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ, എനിക്കും വിനീത ഞങ്ങളെല്ലാവരും ആയിട്ട്. അപ്പൊ ഈ പ്രായത്തിൽ എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുമെങ്കിൽ നിങ്ങൾ കൊച്ചു കുട്ടികൾക്ക് ചെയ്യാൻ സാധിക്കും, അത് ഉറപ്പുള്ള കാര്യമാണ്. എങ്കിൽ തന്നെ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ഇനി നേടിക്കൊടുക്കണം. അനിൽ സാറാണ് എന്നെ ഇതിനെല്ലാം എന്നെ പ്രോത്സാഹിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുവരുന്നത്. ടീച്ചറെ കൊണ്ട് എന്തൊക്കെയോ ആർക്ക് ചെയ്തു തീർക്കാനുണ്ട്, വീട്ടിലിരുന്നാൽ പറ്റത്തില്ല. വെളിയിലേക്ക് ഞാനിപ്പോ സ്വന്തമായിട്ട് ഒരു വീടെടുത്ത് താമസിച്ചുകൊണ്ടാണ് ഞാൻ എല്ലാം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. കൂട്ടുകുടുംബത്തിൽ നിന്ന് ഞാൻ മാറി, അത് ഞാൻ ആരോടും പറഞ്ഞില്ല, എന്ന് വെച്ചാൽ അത് നടക്കുന്നില്ല. അത് പ്രത്യേകം എന്നെ കൊണ്ട് ചെയ്യാൻ കഴിവുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു തീർത്തിട്ട് ഈ ജന്മം സഫലീകരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. എന്നെ കൊണ്ട് എന്തെല്ലാം സമൂഹത്തിന് ചെയ്തു കൊടുക്കാൻ സാധിക്കും, അത് നല്ല ഉറച്ച വിശ്വാസത്തോടുകൂടി തന്നെയാണ് ഞാൻ മുന്നോട്ട് വന്നിരിക്കുന്നത്. താങ്ക് യു താങ്ക് യു വെരി മച്ച് അംബിക മാം, വെരി ഗുഡ്. ഇനി നമ്മുടെ ദേവനാരായണൻ, എന്തെങ്കിലും ഇന്നത്തെ ഈ ഒരു എക്സ്പീരിയൻസ് എന്താണ് മോന് തോന്നിയത് എന്നൊന്ന് പറയാവോ? മോൻ എന്താ ഫീൽ ചെയ്തത്? എനിക്ക് ഇപ്പം ഗോൾ എന്ന് പറയാൻ ഒരു ഷോർട്ട് ടൈം ഗോൾ മാത്രമായിട്ടേ ഉള്ളൂ. 10th ഒരു നല്ല മാർക്കോടെ ജയിക്കണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ എൻ്റെ ഒരു ഗോള്. ലോങ് ടേം ഗോളായിട്ട് കുറെ ഉണ്ട്, പക്ഷെ അത് അച്ചീവ് ചെയ്യാനായിട്ട് പാടവുമാണ്. പിന്നെ ആൾക്കാരുമായിട്ടൊക്കെ മിണ്ടാനായിട്ട് സ്റ്റാമറിങ് ഉണ്ട്. അതൊക്കെ ദേവാ, ആ കേക്കാവോ? കേക്കാം. എടാ, ഞാൻ ഒരു ചൈൽഡ് സൈക്കോളജിസ്റ്റാ. ഓക്കെ, നമുക്ക് സാധിക്കാൻ പറ്റാത്തൊന്നുമില്ല. നിനക്കറിയോ, ഞാനൊരു കാര്യം പറയട്ടെ. എൻ്റെ +1 ഞാൻ എൻ്റെ അമ്മ എനിക്ക് വേണ്ടി കരയണത് ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണ്. അതായത് അന്നാണ് എനിക്ക് മനസ്സിലായത് അമ്മമാർക്ക് ഒരു പ്രത്യേക കഴിവുണ്ടെന്നുള്ളത്, ആ കണ്ണുനീരിന് എത്രത്തോളം വിലയുണ്ടെന്ന് മനസ്സിലായത്. ഓക്കെ, അതായത് എൻ്റെ മാത്സ് എന്ന് പറയുന്നത്, എനിക്ക് കോമേഴ്സ് മാത്സ് സാധാരണ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന മാത്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ നമ്മളെ പഠിപ്പിക്കുന്നത് ഈ കാൽക്കുലസ് ഒക്കെയാണ്. അതായത് ടാൻ തീറ്റ, കോസ് തീറ്റ, സൈൻ തീറ്റ, ഇതൊക്കെ കേട്ടിട്ടുണ്ടോന്ന് എനിക്കറിയില്ല നിങ്ങൾ. ഞാൻ വെള്ളം കുടിച്ചിറക്കിയ സമയമായിരുന്നു. എൻ്റെ +1 ഞാൻ നല്ല അസലായിട്ട് ഞാൻ എൻ്റെ ലാസ്റ്റത്തെ പരീക്ഷയ്ക്ക്, കൊല്ലാവസാനത്തെ പരീക്ഷ ഞാൻ പൊട്ടി, എന്നെ പാസ്സാക്കി വിട്ടില്ല. റീടെസ്റ്റ് എഴുതിയിട്ടാണ് ഞാൻ എങ്ങനെയോ ഞാൻ പാസ്സായത്. 12th ഞങ്ങൾ ഫസ്റ്റ് CBSEയുടെ ഫസ്റ്റ് 2015 ബാച്ച്, 2012 ബാച്ചായിരുന്നു. അപ്പോൾ CCE കൊണ്ടുവന്ന സമയമായിരുന്നു. അപ്പോൾ അതിൻ്റെ ടൈമിൽ ഞങ്ങളായിരുന്നു ടെസ്റ്റ് ബാച്ച്. ആ കൊല്ലത്തെ എല്ലാം ബാച്ചുകളെല്ലാം ടെസ്റ്റ് ബാച്ചായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ക്ലാസ്സിൽ 100 മാർക്കിൻ്റെ പരീക്ഷകൾ എപ്പോഴും ഉണ്ടാവാറുണ്ട്. ഓക്കെ, അപ്പോൾ 3 100 മാർക്കിൻ്റെ പരീക്ഷയിലും എനിക്ക് കിട്ടിയ മാർക്ക് എത്രയെന്ന് അറിയോ? ഞാൻ ഇപ്പോഴും നല്ല രസമായിട്ട് ഓർത്ത് വെക്കുന്ന മാർക്കുകളാണത്. എത്ര ഉണ്ടാവുമെന്നൊന്ന് ഊഹിച്ചേ. പൊട്ടി. 3 ടെസ്റ്റ് ഞാൻ പൊട്ടി. എത്ര കിട്ടിയിട്ടുണ്ടാവുന്നൊന്ന് നിങ്ങളൊന്ന് അൺമ്യൂട്ട് ചെയ്ത് പറയൂ.
15. 15. ആ ഓക്കെ, കൊള്ളാം, അടുത്തു. നെക്സ്റ്റ്. 12. ആ കുറച്ചും കൂടി. 8. ആ ഡിജിറ്റ് എത്തി, കറക്റ്റായി, അടുത്തെത്തി. 17. അത്ര ഒന്നും പോണ്ട, ഡിജിറ്റ് മാർക്കാ. സിംഗിൾ ഡിജിറ്റ് മാർക്കായിരുന്നു. 2.5, 3.5, 1.5. ഇതായിരുന്നു എനിക്ക് കിട്ടിയ മാർക്ക്. വീട്ടുകാരെന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് എൽവിസ് പൊട്ടും. സാധാരണ അപ്പനമ്മമാരെന്താ പറയുന്നത്, പഠിക്കുന്നുണ്ട്, എങ്ങനെയെങ്കിലും പാസ്സാവും, ഇല്ലെങ്കിലും മിണ്ടാണ്ടിരിക്കും അല്ലേ, ആരും അറിയിക്കാണ്ട്. എൻ്റെ അപ്പനും അമ്മയും കുറച്ച് റിവേഴ്സ് സൈക്കോളജി അപ്ലൈ ചെയ്ത് എൽവിസ് പൊട്ടും എന്നങ്ങോട്ട് പറഞ്ഞങ്ങോട്ട് നടന്നു. അപ്പോൾ അത് കാരണം പൊട്ടിയാലും കുഴപ്പമില്ലല്ലോ. അതിലെൻ്റെ ഫുൾ കോൺഫിഡൻസ് അങ്ങോട്ട് പോയി. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് ആയപ്പോഴത്തേക്കും ഞാൻ കുറച്ച് സ്ട്രാറ്റജി മാത്രം ഇട്ട് പയറ്റി. അതായത് 30 മാർക്കാണ് കാൽക്കുലസ്. ഓക്കെ, 40 മാർക്കാണ് കാൽക്കുലസ്. 40 മാർക്കിന് ഞാൻ പഠിച്ചില്ല, ഫോർമുല മാത്രം പഠിച്ചിട്ടും പോയി. അത് ഫോർമുല മാത്രം എഴുതുള്ളൂ എന്ന് ഞാൻ നിശ്ചയിച്ച് തന്നെ ഞാൻ അവിടെ പോയി അത് മാത്രം എഴുതി വെച്ചു. അപ്പം 40 മാർക്ക് ഞാൻ കളഞ്ഞു. ബാക്കി ഉള്ള 60 മാർക്കിനാണ് ഞാൻ എൻ്റെ 12th ബോർഡ് എക്സാം എഴുതിയത്. എനിക്ക് കറക്റ്റ് 50 മാർക്ക് കിട്ടി. കറക്റ്റ് 50 മാർക്ക് കിട്ടി. അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. പൊട്ടും എന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന ഒരാളായിരുന്നു ഞാൻ. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, ലൈഫിൽ എനിക്ക് ആരോടും സംസാരിക്കാൻ പറ്റാത്തൊരു കൂട്ടത്തിലായിരുന്നു. പറഞ്ഞാൽ വിശ്വസിക്കൂ? ഇങ്ങനെ ഇത്രയും സംസാരിക്കുന്ന ഒരാള് ഒട്ടും സംസാരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കൂ? ഞാൻ ദേവ, നീ സ്റ്റാമറിംഗ് എന്ന് പറഞ്ഞില്ലേ? സ്റ്റാമറിംഗ് നമ്മൾക്ക് മാറ്റാൻ പറ്റുന്ന കുറെ കാര്യങ്ങളുണ്ട്. കുറേയൊക്കെ നമ്മുടെ കയ്യിൽ കൺട്രോളാണ്. ഞാൻ സ്റ്റാമർ ചെയ്യുമായിരുന്നു. എനിക്ക് എങ്ങനെ സ്റ്റാമറിംഗ് വന്നതെന്ന് അറിയോ? ഈ ഫ്രണ്ട്സിനോട് മിണ്ടുമ്പോ ഇല്ല, ആ വേറെ ഒരാളോട് അതെ, നമ്മള് നമ്മുടെ കാര്യം ഐഡിയ കൺവേ ചെയ്യാൻ നോക്കുമ്പോൾ നിനക്ക് എപ്പോഴാണ് സ്റ്റാമറിംഗ് തുടങ്ങിയത്? ലൈക്ക് നീ മനസ്സിലാക്കി തുടങ്ങിയത് നീ മനസ്സിലാക്കി തുടങ്ങിയത് അതായത് നിനക്ക് സ്റ്റാമറിംഗ് ഉണ്ടെന്ന് നീ മനസ്സിലാക്കിയത് എപ്പോഴാ? കൂട്ടുകാര് പറഞ്ഞു തുടങ്ങി. നിനക്ക് ഇപ്പൊ എത്ര വയസ്സുണ്ട്? 15. 15. അപ്പൊ കൂട്ടുകാർ എപ്പോ തൊട്ടാ പറഞ്ഞു തുടങ്ങിയത്? ഈ വർഷം. ഈ വർഷം. മോനെ, നീ പേടിക്കണ്ട, ഒരു കുഴപ്പമില്ല. കുറച്ച് കോൺഫിഡൻസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീരാവുന്ന പ്രശ്നം മാത്രമേ ഉള്ളൂ. അത് ഉള്ള കാര്യം ഞാൻ പറയാം. ഞാൻ എന്നെ ചെറുപ്പം തൊട്ട് എന്നെ വളർത്തിയിരിക്കുന്നത് കത്തോലിക്ക റിലീജിയനിലാണ്. അപ്പോൾ ഐ ഐഡന്റിഫൈ ആസ് എ കാത്തലിക്. ഞാൻ സ്പിരിച്വൽ പേഴ്സൺ ആണ്, റിലീജിയസ് പേഴ്സൺ അല്ല. എന്നെ വളർത്തിയിരിക്കുന്നത് ചിന്മയ ബാക്ക്ഗ്രൗണ്ട് ആണ്. അപ്പോൾ ചെറുപ്പത്തിൽ ഞാൻ പള്ളിയിൽ പോകുമ്പോൾ ഞങ്ങൾക്ക് ഞായറാഴ്ചകളിൽ കുർബാന ഉള്ള സമയത്ത് ബൈബിള് വായിക്കണം. ഞങ്ങളുടെ ഏറ്റവും വലിയ ഇടവകയാണ്. അതായത് ഏകദേശം ഒരു പിള്ളേരും എല്ലാവരും കൂടി ഒരു കുർബാനക്ക് വന്നിട്ടുണ്ടെങ്കിൽ 10,000-2,000 ആൾക്കാരുണ്ടാവും മിനിമം കുർബാന കൂടാനായിട്ട്. അപ്പോൾ ഞങ്ങളുടെ പള്ളിയിൽ ഞായറാഴ്ച കുർബാനക്ക് ആ ദിവസം ഞാനായിരുന്നു ബൈബിള് വായിക്കേണ്ടത്. അപ്പോൾ ബൈബിള് ഒന്ന് മലയാളം ആണ്. അപ്പോൾ എനിക്ക് അന്ന് കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷെ വായിക്കാനായിട്ട് എനിക്ക് ഏത് ഭാഷയാണെങ്കിലും കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇംഗ്ലീഷ് ആണെങ്കിലും ഹിന്ദി ആണെങ്കിലും മലയാളം ആണെങ്കിലും. അപ്പോൾ ആ ഒരു പ്രോബ്ലം എനിക്ക് ഉണ്ടായതുകൊണ്ട് സ്റ്റേജ് ഫ്രൈറ്റ് കുറച്ച് കൂടുതലായിരുന്നു. ആ സ്റ്റേജ് ഫ്രൈറ്റും വെച്ച് ഞാൻ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ബൈബിള് വായിച്ചു. അസലായിട്ട് തെറ്റിച്ച് ബോറാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2,000 ആൾക്കാർ ചിരിക്കാൻ തുടങ്ങി ഞാൻ വായിക്കുന്നത്. അവിടെ നിന്ന് ഐസായി എന്ന് മാത്രമല്ല, ഞാൻ ബോധം കെട്ട് വീഴാണ്ടിരുന്നത് എൻ്റെ മഹാഭാഗ്യം. എനിക്ക് തോന്നുന്നത് ദൈവകൃപ എന്നൊക്കെ പറയാം. അന്ന് തുടങ്ങിയതാണ്. ഞാൻ 5ാം ക്ലാസ്സിൽ ഞാൻ മലയാളം കംപ്ലീറ്റ്ലി ഞാൻ നിർത്തി. 98ഉം 99ഉം കിട്ടണ കുട്ടിയാണ് മലയാളത്തിന് 100-ല്. അന്ന് ഞാൻ നിർത്തിയതാ മലയാളം 5ാം ക്ലാസ്സിൽ വെച്ച്. ആരോടും സംസാരിക്കാണ്ടായി, ഒരാളോട് പോലും. ടീച്ചറിനോട് സംസാരിക്കണമെങ്കിൽ പോലും ഞാൻ വളരെ ചുരുക്കം വാക്കുകളിൽ അങ്ങോട്ട് ഒതുക്കി തീർത്തു. സ്റ്റാമറിങ് ഇല്ലാത്തത് തുടങ്ങി എനിക്ക് ആ ടൈമിൽ. അത് 10ാം ക്ലാസ് വരെ എങ്ങാണ്ടോ അത് കണ്ടിന്യൂസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ഇങ്ങനെ നിന്നിട്ട് കാര്യമില്ല.
നമ്മൾ ഐഡന്റിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആൾക്കാർ നമ്മളുടെ അടുത്ത് വരണം. അപ്പോൾ ആ ഒരു കാര്യം മറക്കരുത്. നിനക്ക് ഇത് ജസ്റ്റ് ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജ് മാത്രമാണ്. സോ ഡോണ്ട് വറി. നീ ജസ്റ്റ് കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ മാത്രം നോക്കിയാൽ മതി, ചെറിയ ചെറിയ കാര്യങ്ങൾ വെച്ചിട്ട്. ഓക്കെ? യെസ്. നല്ലൊരു അഡ്വൈസ് ആണ്. ഓക്കെ, നമുക്കൊരു നല്ലൊരു ദേവകാരന് നല്ലൊരു ഗൈഡ് ഉണ്ടാവും. എന്തായാലും ഓക്കെ, താങ്ക് യു എൽവിസ്. ഇതുപോലെ ദേവനാരായണൻ, താങ്ക് യു. നിന്റെ ആ ചെറിയ ഫീലിങ്സ് അത് ഞങ്ങളോടൊപ്പം ഷെയർ ചെയ്തതിന് ഒരുപാട് നന്ദി. അതുപോലെ നമുക്ക് സമയം 9:20 അപ്പൊ നമ്മുടെ ഇന്ന് എടുത്ത 2 എക്സസൈസുകൾ പർപ്പസ്ഫുൾ എക്സസൈസും ബിൽഡ് യുവർ പാരഡൈസും ആയിരുന്നു. അപ്പോൾ നാളത്തേക്ക് നമ്മുടെ എൽവിസ് സാർ ആയിരിക്കും. എൽവിസ് എടുക്കുന്നത് സബ് മൊഡാലിറ്റി ബൂസ്റ്റിംഗ് ആയിരിക്കും. ഇന്നത്തെ സെഷൻ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇന്നത്തെ ഈ ഒരു ക്ലാസ് ഇത്രയും നേരം എന്നെ ശ്രമിച്ച എല്ലാവർക്കും ഞാൻ നന്ദി അറിയിക്കുന്നു. ഓവർ ടു അനിൽ സർ. താങ്ക് യു ഷബാസ് മാം. അപ്പം ഇന്നും മനോഹരമായി, നാളെ അതിലും മനോഹരമാകും. അപ്പൊ ഡേ ബൈ ഡേ ഇൻ എവരി വേ വി ആർ ഗെറ്റിംഗ് ബെറ്റർ ആൻഡ് ബെറ്റർ. എമിൽക്കോ എന്നൊരു ഫ്രഞ്ച് സൈക്കോളജിസ്റ്റിന്റെ ഒരു കോട്ടാണ്, ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. എല്ലാ വിധത്തിലും എല്ലാ ദിവസവും മെച്ചമായിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ അനുഭവങ്ങൾ വളരുന്നു, എൻ്റെ അറിവുകൾ വളരുന്നു, എന്നെ എൻ്റെ സ്വപ്നത്തിനപ്പുറം ഉയർത്താൻ കഴിയുന്ന നല്ല നല്ല ആൾക്കാരുമായി ഞാൻ ബന്ധം സ്ഥാപിക്കുന്നു. യെസ്, ആ മിറാക്കിൾ ഈസ് ഗോയിങ് ഓൺ. നാളെ ഇതിലും മനോഹരമാകട്ടെ. ഒരിക്കൽ കൂടി ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും, ഒപ്പം ഇന്ന് സെഷൻ എടുത്ത ഷബാസ് മാമിനും, ഒപ്പം വളരെ നല്ല സപ്പോർട്ട് ചെയ്ത നമ്മുടെ സാറിനും, ഒപ്പം ഇവിടെ എത്തിച്ചേർന്ന എല്ലാ പാർട്സിനും നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. ഗുഡ് നൈറ്റ്. സ്വീറ്റ് ഡ്രീംസ്. ഓൾ ആർ ഓക്കെ. ഓൾ ഈസ് വെൽ. താങ്ക് യു. Thank you everybody. Good night. Bye.